ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം. ഇന്നലെ നമ്മൾ ഉപനിഷത്തിനെ കുറിച്ച് പ്രാഥമികമായൊരു പരിചയമാണ് പറഞ്ഞത്. പിന്നീട് പ്രശ്നോപനിഷത്തിനെ കുറിച്ചും, അനന്തരം നമ്മൾ അഥർവവേദീയമായ ശാന്തി മന്ത്രമാണ് ശ്രദ്ധിക്കാൻ ആരംഭിച്ചത്. മന്ത്രം: ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർവ്യശേമ ദേവഹിതം യദായുഃ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നഃ താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. അവിടെ പൂർണ്ണമായി പ്രാർത്ഥനകളാണ് ഈ ശാന്തി മന്ത്രത്തിൽ. അങ്ങനെ പറയാൻ കാരണം എല്ലാ ശാന്തി മന്ത്രങ്ങളും പ്രാർത്ഥനകളല്ല. പ്രാർത്ഥനകളുണ്ട്. ഉപനിഷത് സാരത്തെ തന്നെ പറയുന്ന ശാന്തി മന്ത്രങ്ങളുമുണ്ട്. സാധകന് വേണ്ട യോഗ്യതകളെ പറയുന്ന ശാന്തി മന്ത്രങ്ങളുണ്ട്. ഇത് പൂർണ്ണമായി പ്രാർത്ഥനയാണ്. അപ്പം എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൂടി നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാട് ലഭിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾ അല്ലയോ ദേവന്മാരെ, ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കുമാറാകണേ. ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ. അവിടെ വിശേഷമായ അർത്ഥം ഇന്നലെ നമ്മൾ ചിന്തിക്കേണ്ടായി മറക്കരുത്. യജത്രാഹ അക്ഷഭിഹി ഭദ്രം പശ്യേമ എന്ന് പറയുന്നിടത്ത് ദേവന്മാരെ, ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് ഭദ്രമായത് കാണുമാറാകണേ എന്നല്ലാതെ നല്ലത് ചെയ്യുന്നവരായ ഞങ്ങൾ കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ എന്നും അർത്ഥം പറയാം. അപ്പോൾ അവിടെ കൂടുതൽ സൂക്ഷ്മ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട്. ജീവിതത്തിൽ നല്ലത് ചെയ്താൽ മാത്രമേ നല്ലത് ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കാൻ പറ്റൂ. എനിക്ക് നല്ലത് വേണം, അത് വേണം, ഇത് വേണമെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ശരി, ആവട്ടെ. പക്ഷേ നല്ലതിന് പ്രാർത്ഥിക്കണമെങ്കിൽ ജീവിതത്തിൽ നല്ലത് ചെയ്തിരിക്കണം. ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. വേദം തന്നെ പറയുന്നുണ്ട്, കിമഹം സാധുനാ കരവം കിമഹം പാപമകരവം. എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല, എന്തുകൊണ്ട് ഞാൻ അരുതാത്തത് ചെയ്തു. എപ്പോഴാണ് പറയണത്?
എപ്പോഴാണ് പറയണത്? ഒടുക്കം കിടക്കുമ്പോൾ. ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാ അംഗങ്ങളും തളർന്നു. എന്നാ മരണം വരിക എന്ന് പ്രതീക്ഷിച്ച് കിടക്കുക. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ എല്ലാം നമ്മുടെ മുമ്പിലൂടെ ഒരു ചലച്ചിത്രത്തിലെന്ന പോലെ മിന്നിമറിയുക. ആരുമില്ല കൂടെ പങ്കുവയ്ക്കാൻ. പണ്ടുള്ളതുപോലെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ വീട്ടിലാരും കൂടെ ഇരിക്കണ പോലുമില്ല. അവരൊക്കെ വരും പോവും, ഒക്കെ ശരിയാ. അപ്പോഴാണ് ഈ ചോദ്യം മനസ്സിൽ ഉദിക്കുന്നത്, ഉയരുന്നത്, എന്തുകൊണ്ട് ഞാൻ നല്ലത് ചെയ്തില്ല? എന്തുകൊണ്ട് ഞാൻ അരുതാത്തത് ചെയ്തു കൂട്ടി? ഓർമ്മിക്കുക, അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇന്ന് ചിന്തിക്കണം. അതുകൊണ്ട് നല്ലത് ചെയ്യുന്ന നമ്മൾ നല്ലത് കാണുമാറാകണേ. തുടർന്നുള്ള ഭാഗം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ പ്രശ്നോപനിഷത്ത് എത്ര മന്ത്രം തീർക്കണമെന്നുള്ളതല്ല പ്രധാനം, ആ ഒരു വീക്ഷണം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. ബാക്കി പിന്നെ ചെയ്യാം. അടുത്തത് പറയുകയാണ്, സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനോഭിർ വ്യശേമ ദേവഹിതം യദായുഹു. ഈയൊരു പ്രാർത്ഥന നമ്മൾ പഠിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് മഹാഭാഷ്യത്തിലുള്ളൊരു ഒരു ഒരു സന്ദർഭമാണ്. മഹാഭാഷ്യം എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷി പാണിനീയ സൂത്രങ്ങൾക്കെഴുതിയ ഭാഷ്യമാണ്. അതിലെങ്ങനെയാണ് വാക്ക് പ്രയോഗിക്കേണ്ടത് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു ദൃഷ്ടാന്തം പറയുന്നുണ്ട്. ദൃഷ്ടാന്തം, ഒരു സ്ത്രീ വൃദ്ധയാണ്, വന്ധ്യയാണ്, അവിവാഹിതയാണ്, ദരിദ്രയാണ്. അപ്പോൾ ദരിദ്രയാണ്, വന്ധ്യയാണ്, അവിവാഹിതയാണ്, വൃദ്ധയാണ്. അങ്ങനൊരു സ്ത്രീ സൂര്യഭഗവാനെ തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത് സൂര്യൻ പ്രത്യക്ഷനായി. സൂര്യൻ ഒരു വരം ചോദിച്ചോളൂ എന്ന്, ഒരൊറ്റ വരേ ചോദിക്കാൻ പാടുള്ളൂ, 2 വരം ചോദിക്കാൻ പാടില്ല. അപ്പോൾ ഇവർ ചോദിച്ച വരം എന്താ? സുന്ദരിയും പതിവ്രതയുമായ ഞാൻ എൻ്റെ സത്പുത്രനോടുകൂടെ ദിവസവും സ്വർണ്ണത്തളികയിൽ ഊണ് കഴിക്കാൻ ഇടയാവണം എന്നാണ്. നോക്കണേ, ഒറ്റ വരെ ചോദിച്ചിട്ടുള്ളൂ. എന്തായി? സുന്ദരിയായി, പോരാ, വിവാഹം കഴിയണം. കാരണം എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ സ്വർണ്ണത്തളികയിൽ ഊണ് കഴിക്കാൻ സാധിക്കണം എന്നല്ല പ്രാർത്ഥിച്ചത്, സുന്ദരിയും പതിവ്രതയുമായ ഞാൻ. അപ്പോൾ കല്യാണം കഴിയണം, കുട്ടി ഉണ്ടാവണം, അത് സത്പുത്രനായിരിക്കണം, ദിവസവും ശാപ്പാട് കഴിക്കാൻ പറ്റണം, അതും സ്വർണ്ണത്തളികയിൽ എന്ന് പറഞ്ഞാൽ നല്ല ചില്ലാനം വേണം, സമ്പന്നരാവണം. അപ്പോൾ ഒറ്റ ചോദ്യത്തിൽ എത്ര അർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചു. ഇതുപോലെ വേണം നമ്മൾ സംസാരിക്കാൻ ശീലിക്കേണ്ടത്. ഭാഷയെ ഇങ്ങനെയാണ് പ്രയോഗിക്കേണ്ടത്. ഒരു വാക്യത്തിൽ അനേക അർത്ഥങ്ങളെ ഉൾക്കൊള്ളിച്ച് വേണം സംസാരിക്കാൻ. അങ്ങനെയാണ് വിദ്വാൻമാർ സംസാരിക്കുക. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ ഒരു ഭാഗം. നോക്കൂ, സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസഃ വയം ദേവഹിതം യത് ആയുഹു തത് വ്യശേമ. അല്ലെങ്കിൽ വയം സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസഃ ആയുഹു ദേവഹിതം വ്യശേമ.
രണ്ടും രണ്ടർത്ഥ. ഒന്ന്, സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി ജീവിക്കുന്ന ഞങ്ങൾ. അപ്പം എന്ത് പ്രാർത്ഥിച്ചു? നമ്മുടെ അംഗങ്ങളൊക്കെ സ്ഥിരങ്ങളായിരിക്കണം, ആരോഗ്യമുള്ളവയാവണം. കണ്ണ് കാണണം, ചെവി കേൾക്കണം, മൂക്ക് മണക്കണം, നാക്ക് രുചിക്കണം, ത്വക്ക് സ്പർശിക്കണം, കൈ കാല് എല്ലാം നല്ല ശക്തിയുള്ളതായിരിക്കണം. എല്ലാ അവയവങ്ങളും ശക്തി ഉണ്ടാവണം. ദുർബലന്മാരാവരുത്. നമുക്ക് ഈ മനുഷ്യ ജീവിതത്തിൽ ജീവിത ലക്ഷ്യത്തെ പ്രാപിക്കുന്നതിന് ഈ ശരീരം ആരോഗ്യത്തോടു കൂടി ഇരിക്കണം. ഇത് ശക്തമായിരിക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പലരും ഞങ്ങൾ സാധകന്മാരാണ്, ആധ്യാത്മിക സാധകന്മാരാണെന്നും പറഞ്ഞ് ദേഹത്തെ പീഡിപ്പിച്ച് ദേഹത്തെ പരിപാലിക്കാതെ രോഗങ്ങൾ ഏറ്റുവാങ്ങി കഴിയുന്നവരുണ്ട്. ഒരിക്കലും ദൗർബല്യത്തെ അല്ല ഏറ്റുവാങ്ങേണ്ടത്, ബലത്തെയാണ്. ബലമസി ബലം മേ ദേഹി, ഭഗവാനെ നീ ബലമാകുന്നു, എനിക്ക് ബലം തരൂ. ഇതാണ് വേദം പ്രാർത്ഥിക്കുന്നത്. ദുർബലത തരൂന്ന് പ്രാർത്ഥിക്കുന്നില്ല. ശ്രദ്ധിക്കുക. അപ്പോൾ സ്ഥിരൈഹി അംഗൈഹി തുഷ്ടുവാംസഹ വയം, സ്തുതിക്കുന്നവരായ ഞങ്ങൾ. തുഷ്ടുവാംസഹ എന്ന് പറഞ്ഞാൽ സ്തുതിം കുർവന്തഹ, സ്തുതിയെ ചെയ്യുന്നവരായ വയം ഞങ്ങൾ, നമ്മൾ, സൽക്കർമ്മങ്ങളെ ചെയ്യുന്നവരായ നമ്മൾ. അപ്പോൾ ഒന്ന്, സ്ഥിരങ്ങളായ അംഗങ്ങൾ വേണം. രണ്ട്, ആ അംഗങ്ങളെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെയുള്ള നമ്മൾ ദേവഹിതം യദായുഹു, ദേവഹിതമായ യാതൊരായുസ്സുണ്ടോ. നമുക്കൊക്കെ എത്ര ആയുസ്സുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കാറ്റ് പോവാം, എന്നാൽ നിങ്ങൾക്ക് പണിയായി. കേട്ടുകൊണ്ടിരിക്കുമ്പം കാറ്റ് പോവാം, ഇല്ലേ? ഇല്ല. ഇന്ന് ആർക്കെങ്കിലും കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. അപ്പം ദേവഹിതമായിട്ട് നമുക്ക് എത്ര ആയുസ്സുണ്ട് നമുക്ക് ആർക്കും അറിയില്ല. എത്രയാണോ ഉള്ളത് അത്രയേ ഉള്ളൂ. പക്ഷേ ഉള്ള ആയുസ് സ്ഥിരങ്ങളായ അംഗങ്ങളോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റണം. എത്ര ഉണ്ടെങ്കിലും, എത്ര കുറച്ചാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും. അങ്ങനെ ആയുഹു വ്യശേമ, ആയുസ്സിനെ നീക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. സ്ഥിരൈരംഗൈ സ്തുഷ്ടുവാം സസ്തനോഭിഹി, തനോഭിഹി ശരീരാംഗങ്ങളെ കൊണ്ട്. എങ്ങനെയുള്ള ശരീരാംഗങ്ങളെ കൊണ്ട്? സ്ഥിരൈഹി, സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട്. ഇതാണ് ഒരർത്ഥം. വേറൊരർത്ഥം, സ്ഥിരങ്ങളായ അംഗങ്ങളെ കൊണ്ട് സ്തുതിക്കുന്നവരായ ഞങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ ഞങ്ങൾക്ക് യാതൊരായുസ്സുണ്ടോ അത് ദേവഹിതം ചെയ്തുകൊണ്ട് നീക്കാനിടയാവണം. ആദ്യം പറഞ്ഞാൽ തീർത്തും ഭിന്നമായ അർത്ഥം. ആദ്യം പറഞ്ഞത് ദേവഹിതമായ യാതൊരായുസ്സുണ്ടോ അത് നീക്കുവാൻ സാധിക്കണം എന്നാ. ഇപ്പോൾ പറയുന്നു യാതൊരായുസ്സുണ്ടോ അത് ദേവഹിതം ചെയ്തുകൊണ്ട് നീക്കാൻ കഴിയണം, സൽക്കർമ്മം ചെയ്തുകൊണ്ട് നീക്കാൻ കഴിയണം. ജീവിതത്തിൽ ഒരു നിമിഷമാണ് ഇരിക്കണതെങ്കിലും ആ ഒരു നിമിഷം സൽക്കർമ്മങ്ങൾ ചെയ്യണം. നമ്മളെ ചിന്തകളും നമ്മളെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ദേവഹിതമായിരിക്കണം. ഇതിനായിക്കൊണ്ട് നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. തോന്നിയോണൊന്നും ചെയ്യരുത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എന്തൊരു നല്ല പ്രാർത്ഥനയാണ് നോക്കൂ. സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഹ. അവിടെ ഈ പാഠത്തിൻ്റെ അടിയിൽ ദധാതു എന്നൊരു പദമുണ്ട്, അതിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഹ ദധാതു. വൃദ്ധശ്രവാഹ, വർദ്ധിച്ച കീർത്തിയോടുകൂടിയ ഇന്ദ്രൻ നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ. എനിക്ക് നല്ലത് വരുത്തട്ടെ എന്നല്ല, നമ്മൾ രണ്ടു പേർക്ക് നല്ലത് വരുത്തട്ടെ എന്നല്ല, നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ. ബഹുവചനമാണ്.
വാസ്തവത്തിൽ ഇതല്ലേ സനാതനധർമ്മത്തിൻ്റെ വലിയൊരു മഹിമ? ധർമ്മശാസ്ത്രങ്ങളുടെ മുഴുവൻ മൂലമായ വേദത്തിൻ്റെ സാരഭൂതമാണ് ഗായത്രി മന്ത്രം. ഗായത്രി എന്താ പ്രാർത്ഥിക്കുന്നേ? എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്നല്ല, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ എന്ന ബഹുവചനമാണ്. ധിയഃ നഃ പ്രചോദയാത്, നമ്മുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ. ആ നമ്മളെന്ന ചിന്ത, കൂട്ടായ്മ, ഇതാണ് സനാതന ധർമ്മശാസ്ത്രങ്ങളുടെ മഹിത സന്ദേശം. അത് നമ്മൾ മറന്നുപോയി. നീയും ഞാനുമായി പിരിഞ്ഞതാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ അപകടം. ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെയും നമുക്കെല്ലാം പ്രസിദ്ധനായ ഇന്ദ്രൻ നല്ലത് വരുത്തട്ടെ. സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ, എല്ലാം അറിയുന്ന സർവവേദങ്ങളുടെയും മൂർത്തിയായ സൂര്യഭഗവാൻ നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ. എല്ലാവരുടെയും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക. സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന താർക്ഷ്യൻ ഗരുഡൻ നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ. സ്വസ്തി നോ ബൃഹസ്പതിർദധാതു, ദേവഗുരുവായ ബൃഹസ്പതി നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ. അപ്പം എല്ലാ ദേവതകളും നമുക്കെല്ലാം നല്ലത് വരുത്തട്ടെ, ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഓം ശാന്തി ശാന്തി ശാന്തി, വീണ്ടും ഓംകാരം ഉച്ചരിക്കുന്നു. അതിൻ്റെ അർത്ഥം നേരത്തെ വിസ്തരിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഈശ്വരനാമത്തെ, ബ്രഹ്മപ്രതീകത്തെ ഒരിക്കൽ കൂടി അനുസന്ധാനം ചെയ്ത് 3 പ്രാവശ്യം ശാന്തി ശബ്ദം പറയുന്നു. എന്തിനാണ് 3 പ്രാവശ്യം ശാന്തി ശബ്ദം? മറുപടി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക പ്രകാരത്തിൽപ്പെട്ട ദുഃഖങ്ങളുണ്ടാവും. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ പഠനത്തിന് അനേക തടസ്സങ്ങളുണ്ടാവും, ദുഃഖങ്ങളും വിഘ്നങ്ങളും. അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് തൻ്റെ വിഘ്നങ്ങളൊക്കെ ഇല്ലാതാവണം. ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാകണം. ഇതാണ് പ്രാർത്ഥന. അപ്പോൾ ദുഃഖങ്ങൾ എത്ര തരമുണ്ട്? അനേക പ്രകാരമുണ്ട്. ആയിരക്കണക്കിന് ദുഃഖങ്ങളുണ്ട്, ആയിരക്കണക്കിന് ദുഃഖങ്ങൾ. എത്ര വിഘ്നങ്ങളുണ്ട്? ആയിരക്കണക്കിന് വിഘ്നങ്ങളുണ്ട്. എന്നാൽ ഇവയെ നമുക്ക് 3 വിഭാഗത്തിൽ തിരിക്കാം. ആധ്യാത്മികങ്ങൾ, ആദിഭൗതികങ്ങൾ, ആദിദൈവികങ്ങൾ. ആധ്യാത്മികങ്ങൾ എന്ന് പറഞ്ഞാൽ താൻ കാരണം ഉണ്ടാവുന്നത്. ആദിഭൗതികങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് ഭൂതങ്ങൾ കാരണം ഉണ്ടാവുന്നത്. ആദിദൈവികങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവഗത്യ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരുന്നത്. വിഘ്നങ്ങളിൽ ഒരാൾ പറഞ്ഞു, ശ്രദ്ധിച്ച് നടന്നോളൂ കേട്ടോ, അവിടെ വഴുക്കുണ്ട്, ശ്രദ്ധിച്ച് നടന്നോളൂ. എന്ത് ശ്രദ്ധിക്കാനാ, ഒരൊറ്റ നടത്തം, വീണു, എല്ല് പൊട്ടി. ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ക്ലാസ് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് ഏത് തരം ദുഃഖമാണ്, ഏത് തരം തടസ്സമാണ്? ആധ്യാത്മികമാണ്. താൻ കാരണം ഉണ്ടായതാണ്. ആലോചിക്കാണ്ട് ഓരോന്നെടുത്ത് ചാടി പ്രവർത്തിച്ചു, ദുഃഖം ഉണ്ടായി. ആര് കാരണ? ഞാൻ കാരണം, അല്ലാണ്ട് ദൈവം കാരണമല്ല. ആധ്യാത്മികമാണ്. ഇനി ആദിഭൗതികം. അപ്പോൾ അവിടെ ഉപനിഷത്ത് എടുക്കാം, പ്രശ്നോപനിഷത്ത് പഠിക്കാം എന്നും പറഞ്ഞ് പോവുക. അപ്പോഴാണ് ഒരു പട്ടി ചാടി വന്ന് കടിച്ചത്.
എന്തായി? ദുഃഖമായി. എന്തായി? വിഘ്നായി. അതെന്ത് വിഘ്ന? ആദിഭൗതികം, മറ്റൊരു ഭൂതം കാരണം ഉണ്ടായ ദുഃഖമാണ്. ഇനി ദൈവഗത്യ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ വരുന്നതുണ്ട്. ഭൂകമ്പം വരിക, പേമാരി വരിക, പകർച്ചവ്യാധി വരിക, അങ്ങനെയൊക്കെ പലതും ആവാം. അതൊക്കെ ആധിദൈവികങ്ങൾ. ഇത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒക്കെ ഒന്ന് തന്നെയാട്ടോ. സൂക്ഷ്മമായി ചിന്തിച്ചാൽ ഒക്കെ ആധ്യാത്മിക. കാരണം ഞാൻ ദുഃഖിക്കാൻ തയ്യാറില്ല വെച്ചാൽ എന്നെ ദുഃഖിപ്പിക്കാൻ ലോകത്താർക്കും സാധിക്കില്ല. വിഘ്നമൊക്കെ ഉണ്ടാക്കാം, വിഘ്നം ഉണ്ടാക്കാം, പക്ഷെ ദുഃഖം ഉണ്ടാക്കാൻ കഴിയില്ല. ദുഃഖം ഞാൻ ദുഃഖിക്കാൻ തയ്യാറുണ്ടെങ്കിലേ ദുഃഖിപ്പിക്കാൻ പറ്റൂ വേറൊരാൾക്ക്. അല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ദുഃഖിക്കാൻ തയ്യാറില്ല എങ്കിൽ വേറൊരാൾക്ക് എന്നെ ദുഃഖിപ്പിക്കാൻ കഴിയുമോ? എന്താ അഭിപ്രായം? ഇല്ല. ഇവിടെയാണ് രോഗവും അസുഖവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ ചിന്തിക്കേണ്ടത്. രോഗവും അസുഖവും ഒക്കെയുള്ള വ്യത്യാസം ഇവിടെയാണ് ചിന്തിക്കേണ്ടത്. ഒരു മോൾ എന്നോട് ചോദിച്ചു, സ്വാമി എന്തിനാ സന്യാസിയായത്? ഒരു കൊച്ചുമോളാ. ഞാൻ പറഞ്ഞു, സുഖത്തിനാണ്. സുഖം കിട്ടാനാണ് സന്യാസിയായത്, സുഖമായി ജീവിക്കാനാണ്. സത്യമാണ്, കള്ളം പറയാൻ പാടില്ല. എനിക്ക് വേറെ വലിയ ലക്ഷ്യമൊന്നുമില്ല, സുഖത്തിനാ. എന്താ സുഖം എന്നുള്ളത് ചിന്തിക്കണേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം എന്ന് പറയുന്ന സുഖം എന്താണെന്ന് ആലോചിക്കുക. ചിന്തയ്ക്ക് വിട്ടു തരുന്നു. സാധാരണ സുഖമാണോ അല്ല മറ്റു വല്ലതുമാണോ, അതൊക്കെ ചിന്തിക്കുക. ഏതായാലും സുഖത്തിനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ മോള് ചോദിച്ചു, എന്നിട്ട് സ്വാമിക്ക് സുഖമുണ്ടോ അപ്പോഴും? ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ കണ്ടിട്ട് ദുഃഖമുണ്ടെന്ന്? എനിക്ക് എപ്പോഴും സുഖമേ ഉള്ളൂ. നല്ല മിടുക്കി മോളാ, കൊച്ചു മോളാ, വളരെ ചെറുതൊരു, എനിക്ക് തോന്നുന്നു 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ടാവുള്ളൂ. ഉടനെ അവൾ വിടുന്നില്ല. അവൾ ചോദിക്കുക, അപ്പോൾ സ്വാമിക്ക് സൂക്കടൊന്നും ഉണ്ടാവില്ലേ? ഞാൻ പറയും, എനിക്കുണ്ടാവില്ല. രോഗം ഇഷ്ടം പോലെ ഉണ്ടാവും. രോഗങ്ങളുടെ ഒരു കൊട്ടയായത്. രോഗങ്ങൾ ഇഷ്ടം പോലെ വരും. എനിക്കെന്നല്ല, 90% സന്യാസിമാർക്കും രോഗങ്ങളുടെ ആധിക്യമായിരിക്കും. ആയിക്കോളും അല്ലേന്ന്? ഏറ്റവും അധികം രോഗം വരും, പക്ഷേ അസുഖമില്ല. അസുഖവും രോഗവും രണ്ടും വേണ്ട, എപ്പോഴും സുഖ. എൻ്റെ അർത്ഥം എത്രമാത്രം മോൾക്ക് മനസ്സിലായി എന്നറിയില്ല. എന്തായാലും മിടിക്കുക, അവൾ മനസ്സിലാക്കും. അപ്പോൾ ഈ 3 വിധ വിഘ്നങ്ങൾക്കും അഥവാ ദുഃഖങ്ങൾക്കും ശാന്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 3 പ്രാവശ്യം ശാന്തി മന്ത്രം ചൊല്ലുന്നത്. അങ്ങനെ സാമാന്യം ശാന്തി മന്ത്രം പഠിച്ച ശേഷം നമുക്ക് പ്രശ്നോപനിഷത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് പരിചയപ്പെടാം. നോക്കൂ. ഓം സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധി കാത്യായന തേ ഹൈതേ ബ്രഹ്മപരാ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ. സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധി കാത്യായനഃ
തേ ഹൈതേ ബ്രഹ്മപരാഃ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദം ഉപസന്നാഃ. ഒരു ആരംഭിക്കുകയാണ്. 6 പേര് പറയുന്നു. ആരൊക്കെയാ? സുകേശാച ഭാരദ്വാജഃ. സുകേശാവ്. നമ്മുടെ പേരിന് അർത്ഥം പറയാനൊന്നും പോകണ്ട കേട്ടോ. ഇല്ലേ? പേര് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പേരിന് അർത്ഥം പറയാനൊന്നും പോകണ്ട. പേരിന് അർത്ഥം പറഞ്ഞാൽ ചിലപ്പോൾ അപകടമാവും. അതാ ഇല്ല, പേരിന് അപകടം പറഞ്ഞാൽ ചിലപ്പോൾ അപകടമില്ലേ? അർത്ഥം പറഞ്ഞാൽ അപകടമില്ലേ? ഉണ്ട്. ഒരാൾ വൈകുന്നേരം ആവുമ്പോൾ റോഡ് സൈഡിലാണ്, കാനേൻ്റെ ഉള്ളിൽ. അമ്മ പോയിട്ട് എടുത്തു കൊണ്ടുവരണം. പെറ്റമ്മയുടെ പണിയാണ് മോനെ ചുമക്കൽ. അപ്പോഴോ കുത്തും ചവിട്ടും തുപ്പും എല്ലാം. പിന്നെ കുറച്ച് ഇറങ്ങുമ്പോഴാണ് അവനൊരു ബോധം വരണേ. പിറ്റേന്ന് അമ്മ ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയേ? ഇനി ഞാൻ മേലിൽ ഇനിയൊന്നും ചെയ്യില്ല കേട്ടോ. വൈകുന്നേരം പിന്നെയും. അവൻ്റെ പേര് സുശീലൻ. അപ്പം അതുകൊണ്ട് പേരിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് പേരാരും വ്യാഖ്യാനിക്കാൻ പോകണ്ട. എന്നാലും ആർക്കെങ്കിലും വ്യാഖ്യാനിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ നല്ല തലമുടിയോട് കൂടിയവൻ എന്നർത്ഥം. നല്ല തലമുടിയോട് കൂടിയവൻ സുകേശ. ആരാ? ഭാരദ്വാജ. ഭരദ്വാജൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ ഭരദ്വാജൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ്. ചില്ലറക്കാരനല്ല, ഇത്രയും വലിയൊരു മഹർഷിയുടെ പിന്തുടർച്ചക്കാരനാണ്. പേര് സുകേശ. ഒരാളായി. 2 ശൈബ്യശ്ച സത്യകാമഃ. സത്യകാമൻ. പേര് സത്യകാമൻ. ആരാ? ശൈബ്യ. ശിബിയുടെ വംശത്തിൽ പിറന്നവനാ. ഇപ്പം ശിബിയുടെ വംശത്തിൽ പിറന്ന സത്യകാമൻ. 2 പേരായിട്ടോ. 3 സൗര്യായണീച്ച ഗാർഗ്യ. ഇതിലിപ്പോൾ ഏതാ പേര് നമുക്കറിയില്ല. കാരണം സൗര്യായണി എന്നും പറഞ്ഞിട്ടുണ്ട്, ഗാർഗ്യ എന്നും പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഗാർഗ്യനെ പേരായിട്ട് എടുക്കുക. അങ്ങനെയാകുമ്പോൾ സൗര്യായണി എന്നുള്ളത് വംശത്തെ കുറിക്കുന്ന പേരാ. സൂര്യൻ്റെ വംശത്തിൽ പിറന്നവൻ. അല്ലെങ്കിൽ സൗര്യായണി എന്നുള്ളത് പേരായിട്ട് എടുക്കുകയാണെങ്കിൽ ഗാർഗ്യൻ വംശത്തെ സൂചിപ്പിക്കുന്ന ഗർഗൻ്റെ വംശത്തിൽ പിറന്നവൻ. 2 ആവാം. ഇതേതാ പേര് നമുക്കറിയില്ല. ഒരാൾ, അത്രയേ ഉള്ളൂ. കൗസല്യശ്ച അശ്വലായനഃ. അതിലും ഈ പ്രശ്നമുണ്ട്. ഏതാ പേര്? കൗസല്യൻ എന്നാണ് പേരെങ്കിൽ അവൻ അശ്വലൻ്റെ ഗോത്രത്തിൽ പിറന്നവനാണ്. അങ്ങനെയല്ല, ആശ്വലായൻ എന്ന് പേരാണ് എങ്കിൽ അവൻ കോസലദേശത്തു നിന്ന് വന്നവനാണ്. കൗസല്യശ്ച അശ്വലായനഃ. ഭാർഗവോ വൈദർഭിഹി. അതും പ്രശ്നമാണ്. ഏതാ പേര്? ഭാർഗവൻ എന്നാണ് പേരെങ്കിൽ അവൻ വിദർഭദേശത്തു നിന്ന് വന്നവനാണ്. അതല്ല, വൈദർഭി എന്നാണ് പേരെങ്കിൽ അവൻ ഭൃഗുവിൻ്റെ വംശത്തിൽ പിറന്നവനാണ്. കബന്ധി കാത്യായനഃ. കബന്ധി. ആരാ കബന്ധി? കത്യൻ്റെ വംശത്തിൽ പിറന്നവൻ, കത്യായനൻ. അല്ലെങ്കിൽ കാത്യായനൻ എന്ന പേരാണ് ആരാ? കബന്ധൻ്റെ പുത്രൻ. അപ്പം ഏതാ പേര്, ഏതാ വംശത്തെ സൂചിപ്പിക്കണതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും 6 പേര്. ഇവർ 6 പേര് ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാൾ കോസലത്തു നിന്ന് വന്ന ആളാണ്, വേറൊരാൾ വിദർഭയിൽ നിന്ന് വന്ന ആളാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രയോ ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരാ, എത്രയോ വിദൂരദേശങ്ങളിലുള്ളവരാ. അങ്ങനെയുള്ള 6 പേര് ഒന്നിച്ച് സഞ്ചരിക്കണമെങ്കിൽ അവർ ജീവിതയാത്രയിൽ എപ്പോഴൊക്കെയോ ഒത്തുകൂടിയവരാണ്. കാരണം സമാന ചിന്താഗതിയുള്ളവർ ഒത്തുകൂടും.
അത് ലോക നിയമമാണ്. സമാന ചിന്താഗതിയുള്ളവർ ഒത്തുകൂടും ഇല്ലേ? ഉണ്ടാവും. ഇപ്പോൾ ഈ പ്രദേശത്ത് മൊത്തമുള്ളവർ ഒരു 10,000 പേരെ നമുക്കെടുക്കാം. ഈ 10,000 പേരിൽ ഒരു 1000 പേര് ഈ ഉപനിഷത്ത് യജ്ഞം ഇവിടെ നടക്കണത് അറിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. 1000 പേര് അറിഞ്ഞു എന്ന് വിചാരിക്കുക, അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പോൾ അതിൽ 10ഓ 50ഓ പേര് അല്ലെങ്കിൽ 10ഓ 100ഓ പേര് നമുക്കവിടെ പോവുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. വേറെ കുറേ പേര് മിന്നൽ മാജിക് പുതിയതിറങ്ങിയിട്ടുണ്ട് സാധനം. കേരള സർക്കാരിൻ്റെ പുതുപുത്തൻ സാധന. എന്താണ്? മിന്നൽ മാജിക്. ഒരു കുപ്പി അത് വാങ്ങി അടിക്കാം പഴകണേന് മുമ്പ്. അതിന് പോകും. വേറെ കുറച്ച് പേര് എന്നാൽ പുതിയ സിനിമ അന്നടുത്ത് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ പോവാം. ഇതൊന്നും മോശമെന്ന് പറയണില്ല, ഒക്കെ നല്ല തന്നെയാണ്. അഭിരുചിക്കനുസരിച്ചാണ് പ്രവൃത്തി എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഒന്നിനെ മോശമാക്കി പറഞ്ഞിട്ടില്ല കേട്ടോ. എങ്ങനെയാണ് മോശമാക്കി പറയുക? ഓരോരുത്തരുടെ അഭിരുചിക്കനുസരിച്ചാണ് പ്രവർത്തിക്കുക. അപ്പോൾ സത്യാന്വേഷണത്തിൻ്റെ മാർഗത്തിൽ പരിചയപ്പെടുന്ന ആൾക്കാരാവുമ്പോൾ അവർ പരസ്പര ആശയങ്ങൾ പറയും. ഇത് അന്നടുത്ത് അന്നൊരു പരിപാടി ഉണ്ട്, അവിടെ പോകാൻ പറയില്ലേ? പറയും. അങ്ങനെ പരിചയപ്പെട്ട് അടുപ്പായി കഴിഞ്ഞാൽ ആ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളിൽ അവർ ഒന്നിച്ചാവും. അങ്ങനെ ഒന്നിച്ചായവരാണ് ഈ 6 പേര്. അങ്ങനെ സഞ്ചരിച്ച് അവരാരാ? ബ്രഹ്മപരന്മാരാണ്. വേദം പരമമായി മാനിക്കുന്നവരാ. ബ്രഹ്മശബ്ദത്തിന് വേദമെന്നർത്ഥം. അല്ലെങ്കിൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന് പരമമായ ഇച്ഛയോടുകൂടിയവരാ. അതുമല്ലെങ്കിൽ അപരബ്രഹ്മത്തിൽ നിഷ്ഠയോടുകൂടിയവരാണ്. അങ്ങനെ അനേക അർത്ഥങ്ങൾ പറയാം. ബ്രഹ്മപരന്മാരായ ബ്രഹ്മനിഷ്ഠാഹ. അവർ പരബ്രഹ്മനിഷ്ഠരാന്ന് പറഞ്ഞേക്കരുത്. കാരണം പരബ്രഹ്മനിഷ്ഠരാണെങ്കിൽ അവർ ജിജ്ഞാസുക്കളായിട്ട് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവർ ശരിയായ ബ്രഹ്മനിഷ്ഠരാണെങ്കിൽ അവരന്വേഷിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇവരന്വേഷകന്മാരാ. അതുകൊണ്ട് ബ്രഹ്മനിഷ്ഠാഹ എന്നുള്ളതിന് പരബ്രഹ്മനിഷ്ഠാഹ എന്നർത്ഥം എടുക്കരുത്. പിന്നെയോ അപരബ്രഹ്മനിഷ്ഠാഹ. അപരബ്രഹ്മനിഷ്ഠന്മാർ പൂജകളും ഹോമങ്ങളും പാഠങ്ങളും എല്ലാം നല്ല പോലെ ചെയ്യുന്നവർ, ദേവതോപാസന ചെയ്യുന്നവർ, പിതൃതർപ്പണ ദേവതർപ്പണാദികൾ ചെയ്യുന്നവർ, അഥവാ ബ്രഹ്മത്തെ ലക്ഷ്യത്വേന ഒറ്റ ലക്ഷ്യമായി കണ്ടിട്ടുള്ളവർ. തങ്ങൾക്ക് അറിയില്ല, എന്നാലും ഇത് സാക്ഷാത്കരിക്കുന്നതാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന ഉറപ്പോടുകൂടിയവർ ബ്രഹ്മനിഷ്ഠാഹ. പരം ബ്രഹ്മന്വേഷമാണാഹ. പരബ്രഹ്മത്തെ അന്വേഷിക്കുന്നവർ. എന്താണ് പരമസത്യം? എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അടിസ്ഥാന കാരണം? ഏതൊരടിസ്ഥാന സത്യത്തിലാണ് ഇതെല്ലാം നിലകൊള്ളുന്നത് എന്നറിയുവാനുള്ള അദമ്യമായ ഇച്ഛയോടുകൂടിയവർ പരബ്രഹ്മാന്വേഷമാണാഹ. വ്യക്തമാണല്ലോ. അങ്ങനെയുള്ളവർ സഞ്ചരിച്ച് പല സ്ഥലത്ത് പോയപ്പോൾ അവർക്ക് പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? എന്തൊക്കെ ഉണ്ട്? കൃത്രിമത്വങ്ങൾ, ജാടകൾ, പലതും ഉണ്ട്. നമ്മൾ പലതിലും പൊട്ടുപോവാദ്യേ. ഒറ്റ കയ്യിൽ നിൽക്കണവർ, ഒറ്റ കാലിൽ നിൽക്കണവർ, ഒരു 20 കിലോ ജഡമുള്ളവർ, നിത്യം മുട്ട പിടിച്ചിട്ടുള്ളവർ, കാവ്യ ഉടുത്തവർ, മഞ്ഞ ഉടുത്തവർ, കറുപ്പുടുത്തവർ, നീല ഉടുത്തവർ, പല ജാതി ഉണ്ടാവും. ബാഹ്യമായി പലതിലും നമ്മൾ പെട്ടുപോകും. അപ്പോൾ സത്ത കണ്ടെത്താൻ വിഷമിക്കും പലതും ഉണ്ട്. സന്യാസ ദീക്ഷയ്ക്കൊക്കെ മുമ്പ് കറങ്ങണ കാലത്ത് അങ്ങനെ കറങ്ങുക. അങ്ങനെ കറങ്ങി എവിടെയെങ്കിലും എത്തും. അങ്ങനെ പോവുക. പണ്ഡരിപുരത്ത് എത്തിയ സമയത്ത് ധാരാളം സാധുക്കളൊക്കെ ഉണ്ട്. അതിൽ ഒരു സ്വാമിയാർക്ക് എപ്പോഴും വലിയ ദക്ഷിണയും എപ്പോഴും ആൾക്കാർ കൂടെ ഉണ്ടാവും. അപ്പോൾ ഇദ്ദേഹത്തിന് വലിയ ജടയാണ്. വലിയ ജട എത്ര ഉണ്ട് ജട. അപ്പോൾ ഇദ്ദേഹം പ്രത്യേക ഒരു പരിപാലനമൊക്കെ അതിനുണ്ട്. അപ്പോൾ ഈ നമ്മളന്ന് ചെറുപ്പമാണ്, ഇതൊന്ന് കണ്ടുപിടിക്കണം എന്നാ. എന്താ അപ്പോൾ അതിൻ്റെ രഹസ്യം?
അപ്പോൾ എല്ലാവരും കുളിക്കണ ഭാഗത്തല്ല അദ്ദേഹം കുളിക്കുക. അദ്ദേഹം ദൂരെ സ്ഥലത്ത് പോയിട്ടാണ് ഭീമാ നദിയിൽ ഒരിക്കൽ പതുങ്ങി അദ്ദേഹം പോയതിൻ്റെ പിന്നാലെ പോയി. ചെന്നപ്പോഴാണ് അദ്ദേഹം ചുറ്റും നോക്കി, ജഡ അങ്ങോട്ട് അഴിച്ചു. ജഡ ഉണ്ട് കേട്ടോ, ഇല്ല പറയരുത്. ജഡ അങ്ങോട്ട് അഴിച്ചപ്പോൾ വലിയൊരു പൾപ്പിൻ്റെ സാധന, ഈ ഇലക്ട്രോണിക് സാധനമൊക്കെ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കണില്ലേ, തെർമോക്കോൾ പോലത്തെ ഒരു സാധനം, ഇങ്ങനത്തെ വലിയൊന്ന് വെച്ച് കെട്ടിയിരിക്കുക. അതിൻ്റെ പുറത്താണ് ജഡ ചുറ്റണത്. അപ്പോൾ കാണുന്നവരെന്ത് വിചാരിക്കും, ഓ എത്ര വലിയ ജടയാണോ, ഇത്ര വലിയ ജടയാണെങ്കിൽ എത്ര വലിയ സ്വാമിയാണോ ചിന്തിക്കും. ഇങ്ങനെ എന്തൊക്കെ ജാടകളാണ്. നമ്മൾ ജാടകളിൽ പോയി പെട്ടുപോകും. ചിലപ്പോൾ 10 പേരെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. ചിദാനന്ദപുരി സ്വാമിയോ, അപ്പോൾ ആരാണ് ഈ വലിയ സ്വാമിയാട്ടോ, വലിയ വിദ്വാനാ, 10 പേര് പറയുന്നുണ്ടാവും. നമ്മളതിൽ പെടും. നമ്മളവർക്ക് കമ്മീഷൻ കൊടുക്കേണ്ടത് നിങ്ങളറിയില്ലല്ലോ, പെട്ടുപോകും. ഇങ്ങനെ പലതും. പക്ഷേ കുറച്ചു കാലം അതിലൊക്കെ തട്ടിമുട്ടി പോയി കഴിഞ്ഞാൽ മനസ്സിലാവും ഇല്ലേ. കുറച്ചൊരനുഭവം പരിചയവും വരുമ്പോൾ കുറച്ചു കാലം അനുഭവമൊക്കെ വരുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ ഒരു ജാടയാണെന്നുള്ളത്. അതുകൊണ്ട് ആ അനുഭവ പാഠങ്ങൾ പഠിപ്പിച്ചതിനനുസരിച്ച് അവർ ഈ മഹാത്മാവിനെ കണ്ടപ്പോൾ തന്നെ പറയുകയാണ്, യേശഹ വൈ തത്സർവം ഭക്ഷ്യതി. ഇയാൾ നമുക്കതെല്ലാം പറഞ്ഞു തരൂ കേട്ടോ. നമ്മൾ കുറേ ആൾക്കാരടുത്ത് ചോദ്യം ചോദിച്ച് പോയില്ലേ, മുഴുവൻ തൃപ്തികരമായിട്ട് മറുപടി നമുക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ചില കഷ്ണവും മുറിയും വക്കും മൂലയും ഒക്കെ കിട്ടിയിട്ടുണ്ട്, തൃപ്തികരമായി കിട്ടിയിട്ടില്ല. എന്നാൽ ഇയാൾ നമുക്കെല്ലാം പറഞ്ഞു തരും. അത് കണ്ടപ്പോൾ തന്നെ അവർക്ക് തോന്നി. ഇതി അങ്ങനെ പറഞ്ഞ് തേ ഹ അവർ സമിത്പാണയ കയ്യിൽ സമിധയേന്തിക്കൊണ്ട് കുട്ടികളെയും ഗുരുനാഥന്മാരെയും രാജാക്കന്മാരെയും വെറും കയ്യോടുകൂടി പോയി കാണാൻ പാടില്ല. ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? അമ്മ, അച്ഛൻ, ആചാര്യൻ. അമ്മയും അച്ഛനും ആചാര്യനുമാണ് ഗുരു. അപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പോകുമ്പം വെറും കയ്യോടുകൂടി പോകരുത്. അമ്മേൻ്റെ കൂടെ തന്നെ താമസിക്കുകയെന്ന് വെച്ചാൽ ഇപ്പം എന്നും സമ്മാനം വാങ്ങിക്കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? അതല്ല. അമ്മയെ പ്രത്യേകമായിട്ട് കാണാൻ പോകുമ്പോൾ വെറും കയ്യോടുകൂടി പോകരുത്. എന്തെങ്കിലും ഒന്ന് വാങ്ങിയിട്ട് അമ്മയ്ക്ക് സമർപ്പിക്കണം, എന്തെങ്കിലും. അതുപോലെ അച്ഛനെ കാണാൻ പോകുമ്പോൾ, അതുപോലെ ആചാര്യനെ കാണാൻ പോകുമ്പോൾ, കൊച്ചു കുട്ടിയുടെ അടുത്ത് പോകുമ്പോൾ, കൊച്ചു മക്കളുടെ അടുത്ത് പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, ഒരു സമ്മാനം. അതുപോലെ രാജാവിൻ്റെ അടുത്ത് പോകുമ്പോൾ, ഇതൊക്കെയാണ് നിയമം. അപ്പോൾ പിന്നെ നമുക്ക് രാജാവില്ല. ചില ആൾക്കാർ ഞങ്ങൾ രാജാക്കന്മാരാന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടാവും, അത് നമ്മൾ നോക്കണ്ട. രാജാവാണെങ്കിലേ രാജാവാവൂ, രാജാഭിമാനി രാജാവാവില്ല. ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ആ ഗുരുകുലത്തിന് പ്രയോജനകരമായ വസ്തു വേണം കൊണ്ടുപോവുക, അല്ലേ? അങ്ങനെയല്ലേ? അതെ, ഒരു ഗുരുകുലത്തിലേക്ക് പോകുമ്പോൾ ഗുരുകുലത്തിന് പ്രയോജനമായിട്ടുള്ള വസ്തു കൊണ്ടുപോകണം. അതുകൊണ്ട് സമിധ എന്തിക്കൊണ്ടാണ്? അഗ്നിഹോത്രം ചെയ്യുന്നതിനായി കൊണ്ടുള്ള സമിത്തുക്കളെയും കൊണ്ടാണ് പോകുന്നത്. ഇതിൻ്റെ താത്വികമായ അർത്ഥം, എപ്രകാരമാണോ അഗ്നിയിൽ ഹോമിക്കപ്പെടുന്ന സമിധ വെണ്ണീറായി തീരുന്നത്, അതുപോലെ എൻ്റെ അഹങ്കാരത്തെ, ദുരഭിമാനത്തെ, ദേഹാഭിമാനത്തെ മുഴുവൻ വെണ്ണീറാക്കുകയാണ് ഗുരുനാഥൻ്റെ മുമ്പിൽ. ഇതാണ് ഭാവന. അങ്ങനെ സമിത്പാണയ 6 പേരും സമിധകൾ എന്തിക്കൊണ്ട് ഭഗവന്തം പിപ്പലാദമുപസന്നാഹ, ഭഗവാൻ പിപ്പലാദനെ പ്രാപിച്ചു. പിപ്പലാദൻ പേരാണ്, മഹർഷിയുടെ പേരാണ്. അതിനെ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. പിപ്പലത്തെ അശിക്കുന്നവൻ, ഭക്ഷിക്കുന്നവൻ എന്ന് പറയുകയൊന്നും വേണ്ട, ഒരു പേര്. അവിടെ പിപ്പലാദ മഹർഷിയെ വിശേഷിപ്പിച്ചത് നോക്കൂ, ഭഗവന്തം, ഭഗവാൻ പിപ്പലാദനെ. ഭഗവാൻ എന്ന് പറഞ്ഞാൽ സർവജ്ഞൻ എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കാം. ഭഗവാൻ എന്നുള്ളതിന് അനേക അർത്ഥങ്ങളുണ്ട്. വിഷ്ണു പുരാണത്തിൽ വ്യാസഭഗവാൻ
പ്രധാനമായി രണ്ടർത്ഥങ്ങളെ പറയുന്നുണ്ട്. അവിടെ ഈ 6 പേരും പിപ്പലാദനെ പ്രാപിച്ചു, ഉപസന്നന്മാരായി എന്നാണ് പറയണത്. ഉപസദനെന്ന് പറഞ്ഞാൽ അടുത്ത് പ്രാപിച്ചു. കേവലം അടുത്ത് പ്രാപിച്ചു എന്ന് മാത്രമല്ല, പിന്നെ വിഹിതമായ രീതിയിൽ എങ്ങനെയാണോ ആചാര്യന്മാരെ ജിജ്ഞാസുക്കൾ പ്രാപിക്കേണ്ടത് ആ വിധത്തിൽ പ്രാപിച്ചു. ഇത് ഭഗവാൻ ഗീതയിൽ സ്പഷ്ടമായി പറഞ്ഞു തരുന്നുണ്ട്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ദീർഘദണ്ഡ നമസ്കാരം കൊണ്ടും ദേശകാലങ്ങൾക്കനുസൃതമായ ചോദ്യം ചെയ്യലുകളെ കൊണ്ടും സേവ കൊണ്ടും നീ ആ സത്യത്തെ മനസ്സിലാക്കിക്കോളൂ. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഗുരുനാഥന്മാർ നിനക്ക് തത്വോപദേശം ചെയ്യും എന്ന്. അപ്പം ഇങ്ങനെ നമസ്കാരത്തോടുകൂടി സേവയോടുകൂടി അവർ പിപ്പലാദനെ പ്രാപിച്ചു. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. വ്യക്തമാണല്ലോ, നോക്കൂ. സുകേശാച ഭാരദ്വാജഃ ശൈബ്യശ്ച സത്യകാമഃ സൗര്യായണീ ച ഗാർഗ്യഃ കൗസല്യശ്ചാശ്വലായനോ ഭാർഗവോ വൈദർഭിഃ കബന്ധീ കാത്യായനഃ. തേ ഹൈതേ ബ്രഹ്മപരാ ബ്രഹ്മനിഷ്ഠാഃ പരം ബ്രഹ്മന്വേഷമാണാഃ ഏഷഃ വൈ തത്സർവം വക്ഷ്യതീതി തേഹ സമിത്പാണയോ ഭഗവന്തം പിപ്പലാദമുപസന്നാഃ. അപ്പോൾ തൻ്റെ അടുത്ത് 6 പേര് വന്നു. ഋഷി അവരെ കണ്ടു. എന്നിട്ട് ഋഷി അവരോട് പറയുകയാണ്, താൻ ഹസ ഋഷിരുവാച ഭൂയ ഏവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ യഥാ കാമം പ്രശ്നാൻ പൃച്ഛത യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ ഇതി. നോക്കൂ. താൻ ഹസ ഋഷിരുവാച. താൻ ഹ സ ഋഷിരുവാച ഭൂയ ഏവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ യഥാ കാമം പ്രശ്നാൻ പൃച്ഛത യദി വിജ്ഞാസ്യാമഃ സർവം ഹവോ വക്ഷ്യാമ ഇതി. അപ്പോൾ തൻ്റെ അരികിലേക്ക് വന്നു ചേർന്ന 6 പേരും നല്ല ജിജ്ഞാസുക്കളാണെന്ന് മനസ്സിലായി. അവർ തപസ്വികളാണെന്ന് മനസ്സിലായി. അവർ ബ്രഹ്മാന്വേഷണപരന്മാരാണെന്ന് മനസ്സിലായി. എന്നിട്ട് മഹാത്മാവ് എന്താ ചെയ്തത്? അവർ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി പറഞ്ഞു. അവർ സംശയം ചോദിക്കാനാണ് വന്നത്. സംശയം ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ചോദിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് കയറി പറഞ്ഞു. എന്താ പറഞ്ഞത്? താൻ ഹസ ഋഷിരുവാച, അവരോട് ഋഷി പറഞ്ഞു, അവരോട് ഋഷി പറഞ്ഞു. ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാം. അവർ 6 പേരും പിപ്പലാദനെ വിധിപ്രകാരം ഉപസദനം ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉപസദനം ചെയ്യുമ്പോൾ നമസ്കരിച്ചിട്ടുണ്ടാവും. നമസ്കരിക്കുമ്പോൾ ഇന്ന ആൾക്കാരാണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പേരൊക്കെ പറയണം, എന്നിട്ടാണ് നമസ്കരിക്കുക. പേര് പറഞ്ഞ് നമസ്കരിച്ചിട്ടുണ്ടാവും.
അത്രയായപ്പോൾ ഋഷിക്ക് മനസ്സിലായി. ഋഷി അവരോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഭൂയയേവ തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ. വളരെ മനഃശാസ്ത്രപരമായൊരു പദപ്രയോഗമാണ്. തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ സംവത്സരം സംവത്സ്യഥ എന്നല്ല. തപസ്സോടെ ബ്രഹ്മചര്യത്തോടെ ശ്രദ്ധയോടെ ഇവിടെ എൻ്റെ കൂടെ ഒരു കൊല്ലം താമസിക്കൂ എന്നല്ല. അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് പറഞ്ഞത്? ഭൂയയേവ, വീണ്ടും തന്നെ. വീണ്ടും തന്നെ എന്നുള്ളതിന് വലിയ അർത്ഥമുണ്ട്. എന്താ വെച്ചാൽ, നിങ്ങളെയൊക്കെ കണ്ടറിഞ്ഞൂടെ, മഹാതപസ്വികളാണ് നിങ്ങൾ, വലിയ ബ്രഹ്മചര്യമുള്ളവരാണ്, കണ്ടറിയാം, നിങ്ങൾക്കൊക്കെ നല്ല ശ്രദ്ധ ഉണ്ട്. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ആദ്യം തന്നെ നമ്മൾ തൻ്റെ അരികെ വന്ന സാധകനെ, ശിഷ്യനെ അംഗീകരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അധ്യാപകരുടെ മുഖ്യധർമ്മമാണ്. എങ്കിൽ മാത്രമേ അയാളെ താൻ ഉപദേശിക്കുന്നതിലേക്ക് ആകർഷിക്കാൻ സാധിക്കൂ. ഓർക്കുന്നത്, കൊളത്തൂർ അദ്വൈതാശ്രമത്തിൽ ഒരിക്കൽ ഒരു വേദിക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് സംഘടിപ്പിച്ചു. 2 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ടാ. അക്കാലത്ത് കോളേജ് വിദ്യാർത്ഥികളെ 10-50 പേരെ പിടിച്ചു കൊണ്ടുവരാൻ പെട്ട പാട് കുറച്ചൊന്നുമല്ല. 19 കുട്ടികളുണ്ടായി, ഡിഗ്രിക്ക് പഠിക്കണവർ, BSc മാത്തമാറ്റിക്സ്, ഫിസിക്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ്. വളരെ ശ്രദ്ധയോടുകൂടി അവർ വന്നത്, മനസ്സിലാക്കണം എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ എല്ലാവരും ഇരിക്കുക കേട്ടോ. അങ്ങനെ ക്ലാസ് എടുക്കാൻ നിയോഗിക്കപ്പെട്ട അധ്യാപകൻ വന്നു. ഇയാൾ തുടക്കത്തിൽ തന്നെ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഒന്നിനും കൊള്ളാത്തവർ, വിനയം എന്ന് പറഞ്ഞത് അടുത്ത് കൂടെ പോയിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് യുവതലമുറയെ മുഴുവൻ മോശം പറയാൻ തുടങ്ങി. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിൻ്റെയൊക്കെ മനസ്സ് വേറെയാണ്. തുടക്കത്തിൽ തന്നെ കുറച്ച് ഇവരൊക്കെ എന്നതൊക്കെ കണ്ണൂരിട്ടുണ്ട് സ്വാമി, നല്ല അളർത്തിക്കാൻ സ്വാമി ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് ഇരുത്തിയത്. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് ഉണ്ടായപ്പോൾ ഒക്കെ ഇറങ്ങി. ഞങ്ങളില്ല ഇയാളുടെ ക്ലാസ്സിൽ, ഞങ്ങൾ പോവാം സ്വാമി, സ്വാമി എപ്പോൾ പണിച്ചാൽ എന്ത് പണിച്ചാൽ വിളിച്ചോളൂ, ഞങ്ങൾ വരാം. ഇയാളുടെ ക്ലാസ്സിന് ഞങ്ങളില്ല, ഒറ്റ കുട്ടിയില്ല, ക്യാൻസൽ ചെയ്തു. ഒരു അധ്യാപകന് വേണ്ട ആദ്യത്തെ ഗുണം വിദ്യാർത്ഥിയെ അഭിമുഖീകരിപ്പിക്കണം. ആഭിമുഖ്യം നേടിയതിന് ശേഷമേ ഉപദേശിക്കാൻ പാടുള്ളൂ. ആഭിമുഖ്യം നേടുന്നത് എപ്പോഴും അവരുടെ നന്മ പറഞ്ഞുകൊണ്ടും അവരുടെ കഴിവുകളെ അഭിനന്ദിച്ചുകൊണ്ടും അവരുടെ നന്മകളെ സൂചിപ്പിച്ചുകൊണ്ടൊക്കെ ആയിരിക്കണം. എന്താ മുടുക്കാം, നിങ്ങളെപ്പോലുള്ള ഇത്രയും ചെറുപ്പക്കാരൊക്കെ അത് പഠിക്കാൻ വന്നല്ലോ, എന്തൊരു സന്തോഷം അത് കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ മെല്ലെ പോക്കറ്റിലാവും. എന്നിട്ട് വേണം പറയാൻ. അല്ലാണ്ട് തുടക്കത്തിൽ തന്നെ പോയി തപസ് ചെയ്തോളൂ, ബ്രഹ്മചര്യം പാലിക്കണം, ശ്രദ്ധ പാടട്ടോ, എന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ സ്ഥലം വിടും. അതുകൊണ്ട് പറഞ്ഞു ഭൂയയേവ. ഇത് മനോഹരമായ ശബ്ദം നോക്കുക, ഭൂയയേവ, വീണ്ടും തന്നെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തപസ്സുണ്ട്, നിങ്ങൾക്ക് ബ്രഹ്മചര്യമുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധയുണ്ട്, ഉറപ്പായി എനിക്കറിയാം, പക്ഷേ പോരാ, കുറച്ചും കൂടിയും വേണം, കുറച്ച് കുറവുണ്ട്. അതാണ് മനഃശാസ്ത്രപരമായ സമീപനം. ഭൂയയേവ, ബ്രഹ്മചര്യത്തെ പാലിച്ച് ശ്രദ്ധയോടുകൂടി തപസ്സോടുകൂടി സംവത്സരം സംവത്സ്യത, ഒരു കൊല്ലം എൻ്റെ കൂടെ താമസിച്ചോളൂ. ഒരു കൊല്ലം ഗുരുനാഥ് എൻ്റെ കൂടെ താമസിക്കുക എളുപ്പമാണോ? ഒട്ടെളുപ്പമല്ല, ഒട്ടെളുപ്പമല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കണ ദുരഭിമാനത്തിൻ്റെയും ഗർവിൻ്റെയും മിഥ്യാസങ്കല്പങ്ങളുടെയും ഒക്കെ ബീജങ്ങളെ ഗുരുനാഥൻ പുറത്തെടുക്കും. ഒരു കൊല്ലം താമസിക്കണം. വെറുതെ താമസിച്ചാൽ പോരാ. തപസാ ബ്രഹ്മചര്യേണ ശ്രദ്ധയോ. തപസ് എന്ന് പറഞ്ഞാൽ മനസ്സശ്ചേന്ദ്രിയാണാം ച ഹൈകാഗ്ര്യം പരമം തപ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതാ സമ്പാദനമാണ് തപസ്. മനസ്സിനെ ഏകാഗ്രമാക്കുക, ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കുക. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഏകാഗ്രമാക്കുന്നതാണ് തപസ്.
ഈ തപസ് തന്നെ ശാരീരികം, വാചികം, മാനസികം എന്നൊക്കെ നമുക്ക് തരംതിരിക്കാം. വിസ്തരിച്ച് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരും പഠിക്കുക. അപ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ വിസ്തൃതമായി പോകും. സൂചിപ്പിക്കാതെ വയ്യ. ദേവദ്വിജ ഗുരുപ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസ ച ശാരീരം തപ ഉച്യത്തെ. ദേവപൂജ, ഗുരുപൂജ, വിദ്വാൻമാരെ പൂജിക്കുക, ഉപാസന കൊണ്ട് ദ്വിതീയ ജന്മം പ്രാപിച്ചവരെ പൂജിക്കുക, അകത്തും പുറത്തും ശുദ്ധി പാലിക്കുക, ബ്രഹ്മചര്യം പാലിക്കുക, നേരെ വാ നേരെ പോന്നുള്ള പെരുമാറ്റം ഉണ്ടാവുക. ഇതൊക്കെയാണ് ശാരീരികമായ തപസ്. പിന്നെ മാനസികമായ തപസ് അതെന്താണ്? മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യത്തെ. മനസ്സെപ്പോഴും പ്രസന്നാവുക, സൗമ്യഭാവം ഉണ്ടാവുക. അത് മുഖത്ത് കാണും. സൗമ്യഭാവം മുഖത്ത് കാണും. മൗനം, മനനം ചെയ്യുക. ആത്മവിനിഗ്രഹ, ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും ഒക്കെ സ്വന്തം വശത്തിൽ വയ്ക്കുക. സർവോപരി ഭാവസംശുദ്ധി ഉണ്ടാവുക. അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം എന്നുള്ള ചിന്തയില്ലാതെ ശുദ്ധമായ ഭാവം ഉണ്ടാവുക. ഇത്രയുമായാൽ മാനസികമായ തപസ്സായി. ഇനി വാക്കുകൊണ്ടുള്ള തപസ്സുണ്ട്. അതെന്താണ്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. മറ്റുള്ളവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന വാക്കുകളെ പറയാതിരിക്കുക. ചിലർ വാ തുറക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് പേടിയാവും, എന്താണെന്നാവോ പറയാൻ പോണത് എന്ന്, ഞെട്ടിപ്പോവും. അങ്ങനെ വയ്യ. മധുരമായിട്ട് സംസാരിക്കുക. ആ പറയണത് സത്യമായിരിക്കുക, പ്രിയമായിരിക്കുക, ഹിതമായിരിക്കുക. സർവോപരി സ്വാധ്യായം ആവർത്തിക്കുക. ഇതാണ് വാക്കുകൊണ്ടുള്ള തപസ്. ഈ 3 തപസ്സും ചെയ്താൽ തപസ്സായി. ഇങ്ങനെ തപസ് പാലിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കണം. എത്ര കാലം? 1 വർഷം. ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് ജീവിക്കണം. പൂർണ്ണ ഇന്ദ്രിയ സംയമം പാലിച്ചുകൊണ്ട് ജീവിക്കണം. ബ്രഹ്മചര്യത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഉയർന്ന അർത്ഥമൊന്നും ഇവിടെ എടുക്കണ്ട. എന്തുകൊണ്ട്? ഇത് സാധകനെ സംബന്ധിച്ചതാണ്. സാധകനെ സംബന്ധിച്ചതാണ്. പരമമായ അർത്ഥതലത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ തപസ്സ ബ്രഹ്മചര്യേണ. ഇപ്പോൾ ബ്രഹ്മചര്യം എന്നുള്ളതിന് ഉയർന്ന അർത്ഥതലങ്ങളുണ്ട്. അതിവിടെ എടുക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന അർത്ഥം ബ്രഹ്മണി ഏവ അഭിന്നതയാ ചരതി. അതാണ് ബ്രഹ്മത്തിൽ തന്നെ അഭിന്നനായി ചരിക്കുന്നതാണ് ബ്രഹ്മചര്യം. അതായത് അഹം ബ്രഹ്മാസ്മി, ഞാൻ തന്നെയാകുന്നു പരമമായ സത്യം എന്ന ബോധത്തിൽ ബ്രഹ്മനിഷ്ഠനായി കഴിയുന്നതാണ് ശരിയായ ബ്രഹ്മചര്യം. അതിവിടെ പറയാൻ വയ്യ. കാരണം ഇത് സാധകനാണ്, ജിജ്ഞാസുവാണ്, ബ്രഹ്മനിഷ്ഠനായിട്ടില്ല. അപ്പോൾ പിന്നെ ബ്രഹ്മശബ്ദത്തിന് വേദം എന്നർത്ഥം. വേദം പഠിക്കുക എന്നുള്ളത് ബ്രഹ്മചര്യമാണ്. അതിവിടെ സ്വീകരിക്കാം. എങ്കിലും അതിവിടെ വേണ്ട. കാരണം ഇവിടെ ചോദ്യം ചെയ്യാമെന്നാണല്ലോ. 3ാമത് ആയിട്ട് ഗുരുസേവ ചെയ്യുക, അത് ബ്രഹ്മചര്യമാണ്. 4ാമതായിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക, അതിവിടെ സ്വീകരിക്കാം. അടുത്തതായിട്ട് സ്ത്രീ പുരുഷാദി ഭേദവ്യവഹാരങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, മൈഥുനം സമാചരിക്കാതിരിക്കുക എന്നർത്ഥം. ഇങ്ങനെ അനേക തലത്തിൽ ബ്രഹ്മചര്യമുണ്ട്. ഇതിലിവിടെ അവസാനം പറഞ്ഞ 2-3 സ്വീകരിക്കാം. ഇന്ദ്രിയ നിയന്ത്രണം, മൈഥുന അസമാചരണം എന്നൊക്കെ അർത്ഥമെടുക്കാം. അങ്ങനെ ബ്രഹ്മചര്യേണ ശ്രദ്ധയാ, ശ്രദ്ധയോടുകൂടി. ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഗുരു ശാസ്ത്ര വാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധിയാണ് ശ്രദ്ധ. ഗുരുനാഥൻ്റെ വാക്യത്തിൽ, ശാസ്ത്രവാക്യത്തിലുള്ള സത്യത്വ ബുദ്ധിക്ക് പറയുന്ന പേരാണ് ശ്രദ്ധ. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം. സത്യത്വ ബുദ്ധിയോടുകൂടി ശാസ്ത്രത്തിൻ്റെയും ഗുരുവാക്യത്തിൻ്റെയും സ്വീകരണമാണ് ശ്രദ്ധ.
ഇങ്ങനെ ശ്രദ്ധയോടെ തപസ്സോടെ ബ്രഹ്മചര്യത്തോടെ സംവത്സരം സംവത്സ്യഥ, ഒരു കൊല്ലം താമസിക്കണം. അതിനിടയ്ക്ക് ഇതിൽ ഏതിലെങ്കിലും വീഴ്ച വന്നാലോ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വന്നാലോ പിന്നെ ആദ്യമേ ഒരു കൊല്ലം, അപ്പോഴും വീഴ്ച വന്നാലോ പിന്നെ ഒരു കൊല്ലം. ഇത്രയേ ഉള്ളൂ. ഒരു വീഴ്ചയും വന്നില്ല, ഭംഗിയായി പാലിച്ചു, എന്നാ ഒരു കൊല്ലം. എന്നിട്ട് അത് പൂർത്തിയാക്കിയ ശേഷം യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ളത് ചോദിച്ചോളൂ. ആധ്യാത്മിക ചോദിക്കാൻ പാടുള്ളൂ, പ്രാണസംബന്ധിയായിട്ടേ ചോദിക്കാൻ പാടുള്ളൂ, മനസ്സംബന്ധിയായിട്ടേ ചോദിക്കാൻ പാടുള്ളൂ, ഒന്നും പറഞ്ഞില്ല. എന്ത് വേണമെങ്കിൽ ചോദിക്കാം. ഗുരുനാഥനോടല്ലാതെ മറ്റാരോടാ എന്തും ചോദിക്കുക? നാട്ടുകാരോടൊക്കെ എന്തും ചോദിക്കാൻ പറ്റുമോ? തല്ലുകൊള്ളില്ലേ? ഗുരുനാഥനോടാകുമ്പോൾ എന്തും ചോദിക്കാം. ചിന്തിക്കുക. യഥാകാമം പ്രശ്നാൻ പൃച്ഛത, ഇഷ്ടമുള്ള ചോദിച്ചോളൂ നിങ്ങൾ 6 പേരും. യദി വിജ്ഞാസ്യാമഹ, അവിടെയാണ് സനാതനധർമ്മത്തിൻ്റെ വലിയൊരു മഹിമ. യദി വിജ്ഞാസ്യാമഹ, അറിയും എങ്കിൽ, നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉത്തരം നമുക്ക് അറിയുമെങ്കിൽ, സർവം ഹവോ വക്ഷ്യാമ, എല്ലാം നിങ്ങളോട് പറഞ്ഞു തരും, ഒന്നും മറച്ചു വയ്ക്കില്ല. ഒരു ഭാഗവും ഞാൻ മറച്ചു വയ്ക്കില്ല പറഞ്ഞു തരാതെ. ഇത് വേദാന്തത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേത് ശാസ്ത്രമാണെങ്കിലും ശരി, ഗുരുനാഥൻ കുറച്ചൊന്ന് മാറ്റി വയ്ക്കും ശിഷ്യന് ഉപദേശിക്കാതെ. മുഴുവൻ കൊടുക്കൂല. കൊടുക്കുമോ? എന്താ അഭിപ്രായം? പണ്ട് മുത്തശ്ശി പറഞ്ഞു തന്ന കഥകളിൽ പെട്ടൊരു കഥയുണ്ട്. അത് പൂച്ചയെ എല്ലാ വിദ്യകളും പൂച്ചയാണ് ഗുരുനാഥൻ, എല്ലാ വിദ്യകളും പഠിപ്പിക്കുകയാണ് പുലിക്ക്. ഇപ്പോൾ ശിഷ്യൻ പുലി, ഗുരു പൂച്ച. അങ്ങനെ എല്ലാ വിദ്യയും പഠിപ്പിച്ചു. ഓടാൻ, ചാടാൻ, മരം കയറാൻ, ഇരയെ പിടിക്കാൻ ഒക്കെ പഠിപ്പിച്ചു. ശത്രുക്കളെ പതിഞ്ഞിരുന്ന് ആക്രമിക്കാൻ എല്ലാം പഠിപ്പിച്ചു. എല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞല്ലോ. എല്ലാം കഴിഞ്ഞു. ഇനിയൊന്നും പഠിപ്പിക്കാനില്ലല്ലോ. ഇനിയൊന്നും പഠിപ്പിക്കാനില്ല. എന്നാൽ ഗുരുദക്ഷിണ തരാം, വന്നോളൂ, അടുത്ത് വന്നോളൂ. ഗുരുദക്ഷിണയ്ക്ക് അടുത്ത് വന്നപ്പോൾ ഒരൊറ്റ ചാട്ടം പൂച്ചയെ തിന്നാൻ വേണ്ടിയിട്ട്. ഗുരുദക്ഷിണയാണ്. ഒരൊറ്റ ഓട്ടം പൂച്ച മരത്തിൻ്റെ മുകളിൽ കയറി. ഉടനെ പിന്നാലെ പുലിയും കയറി. പൂച്ചക്കറിയാതെ ഉടനെ ഓടിയൊരിറക്കം പൂച്ച. പുലിക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. പൂച്ചയ്ക്ക് ഇങ്ങനെ കയറാം, ഇങ്ങനെ ഇറങ്ങാം. പുലിക്ക് ഇങ്ങനെ കയറാൻ പറ്റൂ, ഇങ്ങനെ തന്നെ ഇറങ്ങാൻ പറ്റൂ. ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറി അതേപോലെ ഇറങ്ങാനേ പറ്റൂ. അല്ലാണ്ട് തല താഴേക്കാക്കി ഇറങ്ങാൻ പൂച്ചയ്ക്ക് അറിയില്ല, പുലിക്കറിയില്ല. അപ്പോഴാണ് പുലിക്ക് മനസ്സിലായത്, ഒരു വിദ്യ എന്നെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എടാ കള്ള, നീ എന്നെ മുഴുവൻ പഠിപ്പിച്ചു പറഞ്ഞിട്ട്, നിന്നെ മുഴുവൻ പഠിപ്പിച്ചാൽ നീ എന്നെ വെച്ചേക്കോ ഇവിടെ? എനിക്കറിയില്ലേ. അതുകൊണ്ട് ആ മരം ഇറങ്ങുന്ന വിദ്യ നിന്നെ പഠിപ്പിച്ചിട്ടില്ല, അത് ഞാൻ മാറ്റി വെച്ചതാണ്. ഇതാ എല്ലാ ശാസ്ത്രങ്ങളും ഗുരു കുറച്ചൊന്ന് മാറ്റി വയ്ക്കും. എന്നാൽ വേദാന്തത്തിൽ അതില്ല. വേദാന്തത്തിൽ ഗുരു ശിഷ്യൻ എന്ന വ്യത്യാസമില്ലാത്ത തലത്തിലേക്കാണ് എത്തുന്നത്. നൈവ ഗുരു നൈവ ശിഷ്യ, ഗുരുവില്ല ശിഷ്യനുമില്ല, ആ ഒരു ഏകത്വത്തിലേക്കാണ്. അതുകൊണ്ട് പറയുകയാണ്, എല്ലാം ഞാൻ പറഞ്ഞു തരും, എല്ലാം പറഞ്ഞു തരും, അറിയും ചാൽ. അല്ലാതെ എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ട് എന്നില്ല. എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടെന്ന് പറയാൻ പാടുണ്ടോ? അങ്ങനെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ലോകത്തിൽ ആർക്കെങ്കിലും നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി പറയാം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ ചോദിച്ചാൽ അറിയുന്നതാണെങ്കിൽ പറയാം. അതുതന്നെയാണ് അപ്പോൾ ഇവിടെയും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചതാണെങ്കിൽ, അറിയുന്നതാണെങ്കിൽ പറയും. നമ്മളിന്ന് തുടങ്ങാനൊരു 10 മിനിറ്റ് വൈകിയിട്ടുണ്ട്. വെച്ചിട്ട് നിർത്താൻ വൈകാൻ വയ്യല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരാൾ തന്നെ അങ്ങനെ പറയണത് വലിയ അർത്ഥമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടാവണം. അതിനാണ് സമയം നമ്മൾ നീക്കി വയ്ക്കേണ്ടത്. നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ എഴുതി തരാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം.
അതൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുന്നല്ലേ ഇപ്പം നമ്മൾ വിചാരിക്കണത്. അതാ ആ ഈ രോഗവും അസുഖമുള്ള വ്യത്യാസം എന്താണെന്നാ ചോദ്യം. രോഗം ശരീരഗതമായിട്ട് വരും. അത് സ്ഥൂല ശരീരത്തിനായാലും സൂക്ഷ്മ ശരീരത്തിനായാലും രോഗം വരും. ഇന്ദ്രിയങ്ങൾക്ക് ഈ സ്ഥൂല ശരീരത്തിന് ഒക്കെ രോഗം വരും. കാരണം ഇതെല്ലാം പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ അത് അസുഖമാവുന്നില്ല. അസുഖം എന്ന് പറഞ്ഞാൽ സുഖമില്ലായ്മയാണ്. ഖം ഖം ഇന്ദ്രിയങ്ങൾ അഥവാ ഖം ആകാശം, രണ്ടർത്ഥമാണ്. അപ്പോൾ സുഷ്ഠു നല്ലതുപോലെയുള്ള ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അവസ്ഥയാണ് സുഖം. അതൊരിക്കലും വിദ്വാൻമാർക്കില്ലാണ്ടാവില്ല. എപ്പോഴും സുഖം ഉണ്ടാവും. രോഗം വരും, ശരീരം പാഞ്ചഭൗതികമാണ്. രോഗം വരും. രോഗം വന്നാൽ രോഗം പോവും. രോഗങ്ങളെ അസുഖങ്ങളായി എടുക്കരുത്. അസുഖമുണ്ടെന്ന് വന്നാൽ നമ്മൾ തളർന്നു, പിന്നെ ഒന്നിനും വഹിക്കില്ല. അയ്യോ എനിക്ക് അസുഖമായേ എന്നും പറയിക്കും. രോഗം ചെന്താ കുഴപ്പം? രോഗം വരില്ലേ? രോഗം വരണം. രോഗം വരുന്നില്ല എന്ന് പറഞ്ഞാലാണ് കുറച്ച് കുഴപ്പം. കാരണം പാഞ്ചഭൗതികമായ വാതപിത്ത കഫങ്ങളുടെ ഒരു 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 സമീകൃത ഭാവത്തിലിരിക്കുന്നതാ, ദോഷങ്ങളുടെ ഒരു ശാന്താവസ്ഥയിലിരിക്കുന്നതാ ശരീരം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബാലൻസ് തകരാറിലാവും. ആവുന്നതൊക്കെ രോഗകാരണമാകും. ആ അസുഖമാവരുത്. അസുഖമായി കഴിഞ്ഞാൽ നമ്മൾ തളർന്നു. അസുഖമായാൽ തളർന്നു, വയ്യ കേട്ടോ, പിന്നെ ഒന്നിനും പറ്റില്ല. അസുഖമായി. അവനെ രക്ഷിക്കാൻ വൈദ്യർക്കല്ല സാക്ഷാൽ ധന്വന്തരിക്കും കഴിയില്ല. അതാ വ്യത്യാസം. വൃദ്ധശ്രവൻ മനസ്സല്ലേ? വൃദ്ധശ്രവൻ എന്നുള്ളതിന് വൃദ്ധശ്രവസ് എന്നുള്ളതിന് മനസ്സെന്ന് അർത്ഥം എടുത്തോളൂ, വിരോധമില്ല. വർദ്ധിച്ച കീർത്തിയോട് കൂടിയവെന്ന വാക്കിൻ്റെ അർത്ഥം. വൃദ്ധശ്രവാഹ എന്നുള്ളതിന് വർദ്ധിതമായ ശ്രവസോട് കീർത്തിയോട് ഒത്തവൻ, ഇതാണ് അർത്ഥം. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്വസ്തിന ഇന്ദ്രോ വൃദ്ധശ്രവാഹ ഒരു പദം. സ്വസ്തിന പൂഷാ വിശ്വവേദാഹ 2. സ്വസ്തിന സ്താർക്ഷ്യോ അരിഷ്ടനേമി. ഈ 3 സ്ഥലത്തും തന്നെ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ വൃദ്ധശ്രവാഹ എന്നുള്ളത് പേരായിട്ടെടുക്കാതെ വിശേഷണമായിട്ട് എടുത്തിട്ടാണ് അർത്ഥം പറഞ്ഞത്. അപ്പോൾ എങ്ങനെയുള്ള ഇന്ദ്രൻ? വൃദ്ധശ്രവസായ ഇന്ദ്രൻ, വേദങ്ങളിൽ മുഴുവൻ പ്രകീർത്തിക്കപ്പെടുന്ന ഇന്ദ്രൻ. സകല വേദങ്ങളിലും ഇന്ദ്രമഹിമയാണ് പറയുന്നത്. ഇന്ദ്രോ മായാഭിപുരുരൂപയ്യതേ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പരമാത്മാവാണ്. അതുപോലെ സ്വസ്തിന പൂഷാ വിശ്വവേദാഹ, എല്ലാം അറിയുന്നവനായ സൂര്യൻ, അവിടെയും വിശേഷണമാണ്. താർക്ഷ്യ അരിഷ്ടനേമി, അവിടെ താർക്ഷ്യൻ്റെ വിശേഷണമാണ് അരിഷ്ടനേമി എന്നുള്ളത്, ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്ന. അതുകൊണ്ട് ആരെങ്കിലും മനസ്സെന്നെടുത്താൽ തെറ്റെന്നൊരിക്കലും പറയില്ല. പക്ഷേ അവിടെ വിശേഷണമായിട്ടാണ് പൊതുവെ എടുക്കുന്നത് എന്നേ പറയുന്നുള്ളൂ. നല്ല കർമ്മങ്ങൾ ചെയ്യണമെന്നത് ആപേക്ഷികമല്ലേ? തീർച്ചയായിട്ടും ആപേക്ഷികമാണ്. ഒരു ദേശത്തിൽ നല്ലതായിരിക്കില്ല വേറൊരു ദേശത്തിൽ, ഒരു കാലത്തിൽ നല്ലതായിരിക്കില്ല വേറൊരു കാലത്തിൽ, ഒരാൾക്ക് നല്ലതായിരിക്കില്ല വേറൊരാൾക്ക്. എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവർക്കും നല്ലത് എന്നൊന്നില്ല. എല്ലാവർക്കും എല്ലാവർക്കും എല്ലായ്പ്പോഴും നല്ലത് എന്നതില്ല. അങ്ങനെയൊന്നില്ല. നല്ലത് ആപേക്ഷികമാണ്, അത് മാറിക്കൊണ്ടേ പോകും.
മാറിക്കൊണ്ടേ പോകും. അതുകൊണ്ട് നല്ലത് ചീത്ത ഇവ രണ്ടും ആപേക്ഷികമാണ്. ഒരാളെ കത്തി എടുത്തിട്ട് ശരിയോ തെറ്റോ, നല്ലതോ ചീത്തയോ, എന്താ അഭിപ്രായം? ഒരാൾ വേറൊരാളെ കത്തി എടുത്ത് കുത്തി, ശരിയാണോ തെറ്റാണോ, നല്ലതാണോ ചീത്തയാണോ? ഭൂരിഭാഗവും പറയുക ചീത്തയാന്നാ. കുത്തിയത് ഡോക്ടറാണ്, കുത്തിയത് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചിട്ടാണ്, കുത്തപ്പെട്ടത് രോഗിയാണ്. നല്ലതാണോ ചീത്തയാണോ? നന്നായി, അതൊക്കെ മാറിയോ, ഒക്കെ ഭേദമായില്ലേ എന്ന് ചോദിക്കും. ആപേക്ഷികമാണ്, അത്രയേ ഉള്ളൂ. അതൊന്നും നല്ലതും ചീത്തയൊന്നും ഉറപ്പിച്ച് പറയാൻ വയ്യ. ഞാനും വേറൊരാളും കൂടി നടന്നു പോവുക. അപ്പോൾ റോഡ് സൈഡിൽ ഈ പോത്തിനെ അറുത്തിട്ട് തൊലിയെല്ലാം പൊളിച്ച് വലിയ മാംസത്തിൻ്റെ തൂക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾ നല്ല ഇറച്ചിയാണ് സ്വാമി. ഇറച്ചിയാന്നുള്ളത് എനിക്ക് മനസ്സിലായി, പക്ഷെ നല്ല ഇറച്ചിയാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. അന്നും മനസ്സിലായിട്ടില്ല, ഇന്നും മനസ്സിലായിട്ടില്ല. ഇറച്ചിയാന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ നല്ല ഇറച്ചിയാന്ന് അയാൾ എങ്ങനെ പറഞ്ഞു? ഒരു നോട്ടത്തിന് അപാര കഴിവാണേ, എനിക്കറിയില്ല. അതിനെ എതിർക്കില്ല. എന്നീ പറഞ്ഞ തെറ്റാണ്, മാംസം നല്ലതാണോ എന്ന് ഞാൻ ചോദിക്കില്ല. അയാളുടെ ദൃഷ്ടിയിൽ മാംസം നല്ലതാണെങ്കിൽ സന്തോഷം, നമുക്കെന്ത് വേണം? അയാളെ തിരുത്താൻ ഞാനാര്? ആപേക്ഷികമാണ്. എന്ന് മാത്രമല്ല, ഭഗവാൻ ഗീതയിൽ പറയുന്നൊരു വലിയൊരു തത്വമുണ്ട്. സർവാരംഭാഹി ദോഷേണ ധൂമേന അഗ്നിരിവാവൃത. എല്ലാ കർമ്മങ്ങളും അഗ്നി പുകയാൽ എന്നതുപോലെ ദോഷത്തോട് ചേർന്നതാണ്. ദോഷമില്ലാത്ത ഒരു കർമ്മവുമില്ല. ദോഷത്തോട് കൂടാത്ത ഒരു ഗുണവുമില്ല. ഗുണമുണ്ടെങ്കിൽ ദോഷമുണ്ട്, ദോഷമുണ്ടെങ്കിൽ ഗുണമുണ്ട്. അപ്പം നമ്മൾ എന്താ സ്വീകരിക്കുക? ഗുണാംശം കൂടിയത്, ദോഷാംശം കുറഞ്ഞത് സ്വീകരിക്കുക, അത്രയേ പറ്റുള്ളൂ. അല്ലാണ്ട് ദോഷമില്ലാത്ത ഗുണം സ്വീകരിക്കാൻ പറ്റില്ല. വ്യക്തമല്ലേ? കർമ്മങ്ങൾ ഹിതകരമാണോ എന്ന് സാധാരണ ജനങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? വലിയ വിഷമാണത്, വലിയ പ്രയാസമാണ്. എങ്കിലും സാമാന്യമായ യുക്തി കൊണ്ടും സാമാന്യമായ ശാസ്ത്രാവബോധം കൊണ്ടും തൻ്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങളെ കൊണ്ടും പൊതുവെ ഹിതമാണോ എന്നുള്ളത് മനസ്സിലാവും. പക്ഷേ ആ ഹിതത്തിൽ തന്നെ വ്യക്തിഹിതം, സമാജഹിതം എന്നിവ രണ്ടും വിരുദ്ധമായി വന്നാൽ പ്രശ്നമാണ്. അങ്ങനെയാവുമ്പോൾ ചിലയിടത്ത് സമാജഹിതം സ്വീകരിക്കേണ്ടി വരും, ചിലയിടത്ത് വ്യക്തിഹിതം സ്വീകരിക്കേണ്ടി വരും. മൊത്തം സമൂഹത്തിന് ദോഷകരമായത് പ്രവർത്തിക്കുന്ന സമാജത്തിനുള്ളിൽ സമാജഹിതമല്ല നോക്കേണ്ടത്. ഒന്നുകൂടി പറയാം, മൊത്തം സമൂഹത്തിന് ദോഷകരമായത് പ്രവർത്തിക്കുന്ന സമാജത്തിനുള്ളിൽ സമാജഹിതമല്ല നോക്കേണ്ടത്. വലിയ പ്രശ്നമാണത്, എളുപ്പമല്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഗഹനാ കർമ്മണോ ഗതി. കർമ്മത്തിൻ്റെ ഗതി വളരെ ഗഹനാട്ടോ, മനസ്സിലാക്കാൻ ഒട്ടും എളുപ്പമല്ല എന്ന് പറയുകയാണ്. ഒരാൾക്ക് ഹിതകരമായത് മറ്റൊരാൾക്ക് ഹിതകരമാകണമെന്നില്ലല്ലോ. ഇല്ല, അത് ഞാൻ പറഞ്ഞ വലിയ വിഷമമാണ്. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, അഥ കേന പ്രയുക്തോയം പാപം ചരതി പൂരുഷഃ അനിച്ഛന്നപി വാർഷ്ണേയ ബലാദിവ നിയോജിതഃ. 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംശയം ഇപ്പോഴും ലോകരുടെ സംശയം. സ്വാമിജി വിശദീകരിക്കാമോ? മനുഷ്യ സമൂഹമുള്ള കാലത്തോളം തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികം സാധ്യതകളിൽ നിന്നൊന്നിനെ തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ അധികാരിയായിരിക്കുന്ന കാലത്തോളം, ആവർത്തിക്കാം, തൻ്റെ മുന്നിൽ വരുന്ന ഒന്നിലധികമായ സാധ്യതകളിൽ നിന്ന് ഒന്നിനെ തിരഞ്ഞെടുക്കാൻ മനുഷ്യൻ അധികാരിയായിരിക്കുന്ന കാലത്തോളം, മനുഷ്യൻ ഒരു സമൂഹജീവിയായിരിക്കുന്ന കാലത്തോളം
പ്രസക്തമായ ചോദ്യമാണിത്. ഈ ചോദ്യം നിലനിൽക്കും. ഇതിന് ഉത്തരം കണ്ടെത്തുന്നവർ സന്തോഷമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ ചോദ്യം സമൂഹത്തിൽ നിലനിൽക്കണം. അല്ലാണ്ട് സമാജത്തിൽ എല്ലാവർക്കും ഈ ഉത്തരം സ്പഷ്ടമായി എല്ലാ കാലവും കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് ചോദ്യം നിലനിൽക്കും. 4-5 കൊല്ലം മുമ്പ് നമ്മളൊരു ഗ്രാമത്തിൽ പോയി, ഒരു സ്ഥലത്ത്, അത്ര വലിയ ചെറിയ ഗ്രാമമൊന്നുമല്ല, ഒരു സ്ഥലം. ഏതാ സ്ഥലത്തിൻ്റെ വിശേഷം എന്ന് ചോദിച്ചാൽ, നമ്മൾ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് സ്കൂളിലൊക്കെ പഠിച്ച പ്രദേശമാണ്. അവിടെ പോയപ്പോൾ പണ്ട് പഠിച്ച സ്കൂളൊക്കെ ഒന്ന് കാണണം തോന്നി, ഒന്ന് പോയി. സ്കൂൾ അവിടെ തന്നെ ഉണ്ടെന്നേ. മനസ്സിലായില്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ പഠിച്ച സ്കൂൾ അവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചാൽ ഞാൻ കഴിഞ്ഞു പോകുന്നപ്പോൾ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു എന്നാ. ഞാൻ അവിടുന്ന് 6ാം ക്ലാസ് കഴിഞ്ഞ് പോന്നപ്പോൾ ആ സ്കൂൾ പൂട്ടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. സ്കൂൾ ഇപ്പോഴും ഉണ്ട്. തമാശയല്ല, പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക എന്താണ് താത്പര്യം. ഈ ചോദ്യത്തിന് ഉത്തരം ഗ്രഹിക്കുന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാലും ചോദ്യം ചോദിക്കുന്നവർ വന്നുകൊണ്ടിരിക്കും. അവർക്ക് ഉത്തരം കിട്ടണം. അടുത്ത തലമുറയിലും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ചോദ്യം എന്താണ്? ഭഗവാൻ തൻ്റെ ഉപദേശത്തിൽ ധർമ്മമഹിമയെ കീർത്തിച്ചു. ശ്രേയാൻ സ്വധർമ്മോ വിഗുഢ പരധർമാസ്വനുഷ്ഠിതാത് എന്നൊക്കെ. എല്ലാവരും പാലിക്കേണ്ടത് സ്വധർമ്മമാണ്. തൻ്റെ ധർമ്മം അല്പം മോശമാണെന്ന് തോന്നിയാലും അതാണ് ശ്രേയസ്കരം. പരധർമ്മം ഒരിക്കലും വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത് പറഞ്ഞു കേട്ടപ്പോഴാണ് അർജുനന് ചോദ്യം വന്നത്, അപ്പം എല്ലാവരും സ്വധർമ്മമാണോ ചെയ്യണത്? അല്ലല്ലോ. ധാരാളം പേര് പരധർമ്മം ചെയ്യണില്ലേ? ഉണ്ട്. അതെന്തുകൊണ്ടാണ് ഭഗവാനെ? കേന പ്രയുക്ത, ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ്, പ്രയോജിപ്പിക്കപ്പെട്ടിട്ടാണ് പൂരുഷ പാപം ചരതി, മനുഷ്യൻ പാപം ചെയ്യുന്നത്? അനിച്ഛന്നപി, ആഗ്രഹിക്കണില്ല, തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കണില്ല. തെറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നും മനുഷ്യനില്ല. എന്നിട്ടും ബലോദിവ നിയോജിത, ബലപൂർവകം നിയോഗിക്കപ്പെട്ടു തന്ന പോലെ ആരാൽ നിയോഗിക്കപ്പെട്ടിട്ടാണ് മനുഷ്യൻ തെറ്റ് ചെയ്യണത്? ആഗ്രഹിച്ച് തെറ്റ് ചെയ്യാൻ സമ്മതിച്ചു, ചോദ്യം വരുന്നില്ല. അനിച്ഛൻ, ആഗ്രഹിക്കണില്ല, എന്നിട്ടും എങ്ങനെയാണ് ചെയ്യണത്? അതാ ചോദ്യം. അവിടെയാണ് ഭഗവാന്റെ മറുപടി. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്യേനമിഹ വൈരിണം. എടോ അർജുന, ഇത് കാമമാണ്, ഇത് ക്രോധമാണ്. അപ്പോൾ ഇവ കാമക്രോധങ്ങളാണെന്നല്ല പറഞ്ഞത്. ഏതൗ കാമക്രോധവും എന്നല്ല പറഞ്ഞത്. ഏഷഹ എന്ന് ഏകവചനത്തിലാണ് പറഞ്ഞത്. ഇത് കാമമാണ്, ഇത് ക്രോധമാണ്. രജോ ഗുണസമുദ്ഭവ, രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണ്, അല്ലെങ്കിൽ രജോ ഗുണത്തെ ഉണ്ടാക്കുന്നതാണ്. രണ്ടർത്ഥവും ശരിയാണ്. രജോ ഗുണാത് സമുദ്ഭവ യസ്യ രജോ ഗുണ സമുദ്ഭവ. രജോ ഗുണം സമുദ്ഭവയതി ഇതി രജോ ഗുണ സമുദ്ഭവ, രണ്ടും ശരിയാണ്. അപ്പോൾ രജോ ഗുണത്തിൽ നിന്നുണ്ടാവുന്നതാണെന്നും പറയാം, രജോ ഗുണത്തെ ഉണ്ടാക്കുന്നതാണെന്നും പറയാം. അങ്ങനെയുള്ള ഈ കാമം, ഈ ക്രോധം, മഹാശനഹ, മഹാശാപ്പാടുകാരനാണ്, എത്ര തിന്നാലും മതിയാവില്ല. മഹാപാപ്മ, നമ്മളെക്കൊണ്ട് മഹാപാപം ചെയ്യിപ്പിക്കുന്നവനാണ്. ഏനം വൈരിണം ബുദ്ധി, ഇവനെ നീ ശത്രുവായി മനസ്സിലാക്കൂ. ഏകവചനത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ഏകവചനത്തിൽ പറയണത് ഭഗവാൻ എന്താ വ്യാകരണം അറിയില്ലേ? കാമമെന്നും ക്രോധമെന്നും രണ്ട് പറഞ്ഞിട്ട് വിദ്യേനമിഹ വൈരിണം എന്ന് പറഞ്ഞത് ഭാഷാപരമായി തെറ്റാണ്. പിന്നെന്താ പറയേണ്ടത്? ഏതൗ വൈരിണൗ വിദ്ധി, ഇവ രണ്ടും ശത്രുക്കളാണെന്ന് നീ മനസ്സിലാക്കൂ എന്നാണ് പറയേണ്ടത്. പക്ഷെ ഭഗവാൻ പറഞ്ഞത് യവൻ ശത്രുവാന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ കാമം ക്രോധം എന്ന് രണ്ട് പറഞ്ഞെങ്കിലും വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. കാമം തന്നെയാണ് ക്രോധമായി പരിണമിക്കുന്നത്.
എപ്പോഴെങ്കിലും ആരാലെങ്കിലും എവിടെ നിന്നെങ്കിലും തടയപ്പെടുമ്പോഴാണ് കാമം ക്രോധമാകുന്നത്. അതുകൊണ്ട് ആരാണ് നമ്മളെ കൊണ്ട് അധർമ്മം ചെയ്യിപ്പിക്കുന്നത്? ആരാണ് സ്വധർമ്മം ചെയ്യുന്നതിൽ നിന്ന് തടഞ്ഞ് പരധർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു സംശയവുമില്ല, നമ്മുടെ എല്ലാ ഉള്ളിൽ അടിഞ്ഞുകൂടിയ കാമമാണ്, ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങളാൽ പ്രേരിതരായി കഴിഞ്ഞാൽ നമുക്ക് വിവേകം നഷ്ടപ്പെടും. ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും എന്ത് എന്ന് നമ്മൾ വിസ്മരിക്കും. അതുകൊണ്ട് കാമപ്രേരിതരായി മാത്രമാണ് മനുഷ്യർ സ്വധർമ്മ പരിത്യാഗം, പരധർമാചരണം എന്നത് ചെയ്യുന്നത്. ഇതിൻ്റെ വിശദീകരണം ഭഗവത്ഗീതയിൽ പഠിക്കുക. സനാതനധർമ്മം പിന്തുടരുന്നവർ സസ്യാഹാരം മാത്രം കഴിക്കണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. സസ്യാഹാരം കഴിക്കേണ്ടവർ സസ്യാഹാരം കഴിക്കട്ടെ, മാംസാഹാരം കഴിക്കേണ്ടവർ മാംസാഹാരം കഴിക്കട്ടെ. സസ്യാഹാരം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും നമ്മൾ പറയില്ല. ഞാൻ സസ്യാഹാരം അറിഞ്ഞുകൊണ്ട് കഴിക്കുന്നുള്ളൂ. അറിഞ്ഞുകൊണ്ട് ഞാൻ മാംസാഹാരം കഴിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട്. ഇത്രയല്ലേ പറയാൻ പറ്റൂ. മനസ്സിലായില്ല? എവിടെ നിന്നൊക്കെ എന്തൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അരി എന്ന് പറഞ്ഞ് വാങ്ങുന്ന സാധനം തന്നെ ജനറ്റിക്കലി പരിവർത്തനം വരുത്തപ്പെട്ടതാണ് പലപ്പോഴും. ഗോതമ്പ് പലതും നമുക്ക് കിട്ടുന്നത് ഫോർട്ടിഫൈഡാണ്. എന്തൊക്കെ ചെയ്തിട്ടാണ് ഈ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കറിയില്ല. അറിയാത്തത് എങ്ങനെയാണ് പറയുക? അധിക വസ്തുക്കൾ ഇപ്പോൾ ഫോർട്ടിഫൈഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഷാക്കിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും അരി ഫോർട്ടിഫൈഡ് റൈസ്. ഷാക്കുമല നോക്കിക്കോളൂ. അപ്പം എന്ത് വെച്ചിട്ടാണ് ഇവിടെ ഫോർട്ടിഫിക്കേഷൻ പ്രോസസ്സ് നമുക്കറിയില്ല. അതുകൊണ്ടാണ് പറയണത് അറിഞ്ഞുകൊണ്ട് മാംസം കഴിക്കുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഞാൻ സസ്യമേ കഴിക്കുന്നുള്ളൂ. പക്ഷേ മറ്റുള്ളവർ കഴിക്കണതിനെ എതിർക്കാൻ എനിക്ക് പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. സസ്യാഹാരം മാത്രം കഴിക്കുന്നവരാണ് സനാതനധർമ്മികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ചെറിയൊരു വിഭാഗമായി ചുരുങ്ങും. വളരെ ചെറിയൊരു വിഭാഗവും. അത് അഭികാമ്യമല്ല. സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും ശക്തമായ പ്രചരണം ചെയ്ത പല മഹാത്മാക്കളെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും നമുക്ക് മാറ്റേണ്ടി വരും. വിവേകാനന്ദ സ്വാമികളെ പോലുള്ള. വിവേകാനന്ദ സ്വാമികളെ അടക്കം മാറ്റേണ്ടി വരും. നിങ്ങൾ ഹിന്ദു അല്ലാട്ടോ എന്ന് പറയേണ്ടി വരും. എന്താ കാരണം? നിങ്ങൾ മത്സ്യം കഴിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മത്സ്യത്തിൻ്റെ പൂവ കഴിക്കണത് അല്ല, അറിയാത്തതുകൊണ്ട് കഴിക്കുക. മത്സ്യത്തിൻ്റെ ഇലയോ എന്താ കഴിക്കുക? മത്സ്യത്തിൻ്റെ ചിലർ പറയണക്ക മത്സ്യമാംസങ്ങൾ കഴിക്കുന്നു. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. എന്തിനാ അങ്ങനെ പറയണേ? മത്സ്യത്തിൻ്റെ മാംസമല്ലേ കഴിക്കുക? മത്സ്യത്തിൻ്റെ പൂവ കഴിക്കുക, കായ കഴിക്കുക. മാംസം കഴിക്കണമെന്ന് പറഞ്ഞാൽ മതി, മത്സ്യം കഴിക്കണമെന്ന് പറയണ്ട. പലരും പറയണ കേൾക്കാറുണ്ട് മത്സ്യമാംസങ്ങൾ കഴിക്കുക. കേട്ടില്ല? ആർക്കെങ്കിലും അതിൻ്റെ അർത്ഥം അറിയിച്ചാൽ പറഞ്ഞു തന്നോളൂ. എന്നാൽ ഞാൻ ഈ വിഡ്ഢിത്തരം പറയില്ലല്ലോ. കാരണം ആയിരക്കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പ്രഭാഷണമൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ. അപ്പം നമ്മൾ വിഡ്ഢിത്തരം പറയുന്നത് കുറയ്ക്കണ്ടേ? എന്താണ് ഇവരുടെ വ്യത്യാസം? എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. മാംസം കഴിക്കുക എന്ന് പറഞ്ഞാൽ മതി. മാംസത്തിൽ ഉൾപ്പെട്ടു പക്ഷിയുടേതായാലും മത്സ്യത്തിൻ്റെതായാലും മറ്റ് നാൽക്കാലികളുടേതായാലും ആറുകാലികളുടേതായാലും ഒക്കെ മാംസത്തിൽ പെട്ടതാണ്. ഇഴജന്തുക്കളുടേതായാലും പാമ്പ് തുടങ്ങിയവ, തേള്, പാറ്റ, എന്തൊക്കെയാ, പഴുതാര, ഈയാമ്പാറ്റ, എല്ലാത്തിനെയും കഴിക്കും മനുഷ്യൻ. അതിൻ്റെയൊക്കെ പൂവും കയ്യാണ് കഴിക്കണത്. അറിയാത്തതുകൊണ്ടാ. ഒക്കെ മാംസം തന്നെ. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മുനിമാർ, ഭഗവാൻമാർ എന്നിവർ മാംസാഹാരം കഴിക്കുന്നതായി പറയുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ, ധാരാളമുണ്ട്. വിശദീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്തിനാ വിശദീകരിക്കണം? ഉള്ളതാണല്ലോ.
മഹർഷിമാർ എത്രയോ പേര് മാംസാഹാരം കഴിക്കുന്നതായിട്ട് പുരാണങ്ങളിൽ കാണുന്നുണ്ട്. എത്രയോ പേര്. എത്രയോ മഹാത്മാക്കൾ. എന്നിട്ട് ഇത്ര വരെയുണ്ട്, ഒരു മഹാത്മാവ് മാംസം കഴിക്കാൻ പോയിടത്തത് മനുഷ്യമാംസം കൊടുത്ത് പറ്റിച്ചു കളഞ്ഞു അസുരന്മാർ. മനുഷ്യമാംസം തന്നതിന് ശപിച്ചു അവർ. അപ്പം വേറെ മാംസം വെച്ചാൽ കഴിക്കായിരുന്നു, മനുഷ്യമാംസം ആയതുകൊണ്ട് ശാപം കൊടുത്തു. ഇതെന്താ സംഭവം വെച്ചാൽ, ഈ വൈഷ്ണവ ചിന്താഗതിയുടെ അമിത പ്രചാരത്തെ തുടർന്ന് ഒരു ഭാഗം, രണ്ടാം ഭാഗം അഹിംസ പരമോധർമ്മ എന്ന ബൗദ്ധത്തിൻ്റെ പ്രചാരത്തെ തുടർന്ന് മാംസമൊന്നും പാടില്ല എന്നുള്ളൊരു ചിന്താഗതി വ്യാപിച്ചു. അതിൻ്റെ ഫലമാണിത്. അതേസമയത്ത് മാംസം കഴിക്കണം അത്ര നല്ലതല്ല എന്ന് ഞാൻ പറയും. കഴിക്കണ്ടെന്ന് പറയില്ല. കഴിക്കണ്ടെന്ന് പറയാൻ ഞാനാരാ? മാംസം നമ്മെ സംബന്ധിച്ച് അത്ര നല്ല ആഹാരം അല്ല. എന്താ കാരണം? ഒന്നാമത്തെ കാരണം, നമ്മുടെ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളാണ്. ട്രില്യൺ കണക്കിന്. നമ്മൾ ചിന്തിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അവയിൽ നിരന്തരം ഓക്സിഡേഷൻ നടക്കുകയാണ്. അങ്ങനെ കോശങ്ങളിൽ നിരന്തരം ഓക്സിഡേഷൻ നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഓക്സിഡൻസിനെ കഴിക്കരുത്, ആൻറ്റി ഓക്സിഡൻസിനെ വേണം കഴിക്കാൻ. ആൻറ്റി ഓക്സിഡൻറ്റ് സസ്യാഹാരമല്ലാതെ മറ്റൊന്നില്ല. അതും എല്ലാ സസ്യാഹാരങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് അല്ല. മിക്കവാറും പച്ചവർണ്ണങ്ങളോട് കൂടിയ സസ്യങ്ങളാണ് ആൻറ്റി ഓക്സിഡൻറ്റ്. അതാ കഴിക്കേണ്ടത്. അല്ലാണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ഗുളികയാക്കിയിട്ട് വാങ്ങി കഴിച്ചാൽ പോരാ. ഒരിക്കലും ഓക്സിഡൻസ് കഴിക്കരുത്. ഓക്സിഡേഷൻ നടന്നത് വീണ്ടും കഴിക്കരുത്. നമ്മുടെ ശരീരത്തെ രോഗഗ്രസ്തമാക്കും. അതുകൊണ്ടാണ് മാംസാഹാരത്തിൽ പോഷകങ്ങൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻ തുടങ്ങിയവ കൂടുതലുണ്ടെന്ന് പറയാം. പക്ഷേ മാംസം കഴിക്കുന്നവർക്കിടയ്ക്കാണ് രോഗികൾ കൂടുതൽ. രോഗികളിൽ മാംസം കഴിക്കുന്നവരാണ് കൂടുതൽ. ഒരു സംശയമില്ല. അതുകൊണ്ട് സസ്യാഹാരമാണ് മനുഷ്യന് നല്ലത്. രണ്ടാമത്തെ പ്രശ്നം, ആ നാഡീവ്യവസ്ഥ വികസിതമായ ജന്തുക്കൾ, ഇപ്പം സസ്യങ്ങളെക്കാൾ വികസിതമാണ് മത്സ്യത്തിലൊക്കെ, മത്സ്യത്തിനേക്കാൾ വികസിതമാണ് ആട് തുടങ്ങിയവയിലൊക്കെ, അതിനേക്കാൾ വികസിതമാണ് പശു തുടങ്ങിയവയിലൊക്കെ. അപ്പം നാഡീവ്യവസ്ഥ വികസിതമായ ജന്തുക്കളെ സംബന്ധിച്ച് ഒരാൾ തന്നെ കൊല്ലാൻ വരുമ്പോൾ ഉണ്ടാവുന്ന ഭയം, ദുഃഖം, ഇവനെ കൊല്ലാൻ പോവുകയാണെന്ന് അവർക്ക് അസലായിട്ട് അറിയാം. അതോടുകൂടി അവരുടെ ശരീരം മുഴുവൻ ഭയത്താൽ പരിവർത്തനം വരും. അഡ്രിനാലിൻ്റെ അമിതോൽപാദനം, അത് റീഅബ്സോർബ് ചെയ്യപ്പെടാത്ത സാഹചര്യം, അത് വിഷമായി മാറ്റുന്നു ശരീരത്തെ മുഴുവൻ. ആ വിഷമാണ് നമ്മൾ കഴിക്കുക. രണ്ട്, മാനസികമായിട്ട് അവരുടെ ശാപം ഉണ്ടാവും. എത്ര വേദന സഹിച്ചിട്ട് പടഞ്ഞിട്ട് അവർ മരിക്കണത്. ഇതല്ലേ കഴിക്കണത്? അത്രേ പറയാനൊക്കൂ. വിഷ്ണു പുരാണത്തിൽ വ്യാസഭഗവാൻ രണ്ടർത്ഥങ്ങളെ പറയുന്നുണ്ട്. മനസ്സിലായില്ല. ഭഗവാൻ എന്നുള്ള ശബ്ദത്തിനായിരിക്കണം, ആയിരിക്കണം, പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും, ഓർമ്മയില്ല എന്താന്ന്. ഏതായാലും വിഷ്ണു പുരാണത്തിൽ ഭഗവാൻ എന്നുള്ള ശബ്ദത്തെ വ്യാസഭഗവാൻ രണ്ട് പ്രകാരം പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, ആദ്യം മനസ്സിലാക്കേണ്ടത് ഭഗം അസ്യ അസ്തി ഇതി ഭഗവാൻ. ആർക്ക് ഭഗമുണ്ടോ അവൻ ഭഗവാൻ എന്നാണ്. അങ്ങനെ പറയാം, ആർക്ക് ഭഗമുണ്ടോ അവൻ ഭഗവാൻ. അവൾ ഭഗവതി, സ്ത്രീലിംഗത്തിൽ ഭഗവതി എന്നാവും. അപ്പം എന്താണ് ഭഗം? ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശശ്രിയഃ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരണ. ഇതീരിതാന്നും പാഠമുണ്ട്.
സമഗ്രമായ ഐശ്വര്യം, സമഗ്രമായ ധർമ്മം, സമഗ്രമായ യശസ്, സമഗ്രമായ ശ്രീ, സമഗ്രമായ ജ്ഞാനം, സമഗ്രമായ വൈരാഗ്യം. ഒന്നുകൂടി പറയാം, എല്ലാം സമഗ്രം എന്ന് കൂട്ടിച്ചേർത്താൽ മതി. ഈ പറഞ്ഞ ശ്ലോകത്തിൽ അതല്ല, വേറെ ശ്ലോകമുണ്ട് വീര്യശബ്ദമുള്ളത്. ഇപ്പം പറഞ്ഞ ശ്ലോകത്തിൽ ഐശ്വര്യസ്യ സമഗ്രസ്യ, സമഗ്രമായ ഐശ്വര്യം, ധർമ്മസ്യ, സമഗ്രമായ ധർമ്മം, യശസ്സ, സമഗ്രമായ യശസ്, ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ്സ, ശ്രീയ, സമഗ്രമായ ശ്രീ, സമഗ്രമായ ജ്ഞാനം, സമഗ്രമായ വൈരാഗ്യം. വേറെ പാഠമുണ്ട് വൈരാഗ്യസ്യാധ മോക്ഷസ്യാന്ന്, വൈരാഗ്യത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും എന്ന് പാഠം. വേറൊരു സ്ഥലത്ത് ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ, ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശസ്ശ്രിയ, അങ്ങനെയുണ്ട്. അപ്പോൾ പാഠഭേദമുണ്ട്. ഈ ആറും ചേർന്ന് തികഞ്ഞു വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. ഇത് നമ്മളിലൊക്കെ കുറച്ച് ഏറ്റക്കുറച്ചിലോട് കൂടിയല്ല ഇപ്പോഴും ഉണ്ടാവും. ഒന്ന് കൂടിയാൽ ഒന്ന് കുറയും, ഒന്ന് കുറഞ്ഞാൽ ഒന്ന് കൂടും, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ആറും തികഞ്ഞു വന്നാൽ അതിന് പറയുന്ന പേരാണ് ഭഗം. ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ, അവൾ ഭഗവതി, ഇതാണ് ഒരു അർത്ഥം. രണ്ടാമത് പറയുന്നത് ഉത്പത്തിം പ്രളയം ചൈവ ഭൂതാനാമാഗതിം ഗതിം വേത്തി വിദ്യാം അവിദ്യാം ച സ വാച്യോ ഭഗവാനിതി. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ഉത്പത്തി കൽപ്പാദിയിൽ എങ്ങനെ സംഭവിക്കുന്നു, അങ്ങനെ ഉത്പന്നമായ പ്രപഞ്ചം കൽപ്പാന്തത്തിൽ എങ്ങനെ പ്രളയത്തെ പ്രാപിക്കുന്നു, വ്യത്യസ്ത ജീവജാലങ്ങൾ എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു, അതായത് ജന്മമരണങ്ങൾ, എന്താണ് വിദ്യ, എന്താണ് അവിദ്യ, ഈ ആറ് വിഷയങ്ങളെ അറിയുന്ന ആളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം. സ വാച്യോ ഭഗവാനേതി, അയാളെ ഭഗവാൻ എന്ന് വിളിച്ചോളണം. ഇതാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. ഇനി ഭഗവാനുള്ള ശബ്ദത്തിന് വേറെയും ആചാര്യന്മാർ പറയുന്നുണ്ട്. ഭവം ഹത്വാ ഗതിം ദദാതീതി ഭഗവാൻ, ഭവത്തെ സംസാരത്തെ ഇല്ലാതാക്കി മോക്ഷഗതിയെ പ്രദാനം ചെയ്യുന്നവരാരോ അവനാണ് ഭഗവാൻ. ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങളുണ്ട്. ശരി, ഏതായാലും സന്തോഷം. ആ ആ ഇരിക്കൂ. ഇതിന് പറഞ്ഞിട്ട് പോരെ മറ്റേ? എന്നായിക്കോട്ടെ, നമ്മൾ പറഞ്ഞു. ഇതിനെ മറന്നുപോയി. ഇതിലിപ്പോൾ ഈ ഒറ്റ വിഷയമേ പറയാൻ പറ്റുള്ളൂ ഇന്ന്. അപ്പം ഇരിക്കുക, എല്ലാം കൂടി ചോദിക്കല്ലോ, ഓരോന്നോരോന്നോരോന്നോരോന്ന്. അതുകൊണ്ട് എഴുതി കണ്ട് തന്നാൽ ക്രമപ്രകാരം പറഞ്ഞോളാം. നാളെ എഴുതി തന്നോളൂ. ഇന്നിപ്പോൾ സമയം 3 മിനിറ്റേ ഉള്ളൂ. ഒന്നാമത്തെ വിഷയം ധർമ്മവും മതവും എന്ന് പറയുമ്പോൾ, ധർമ്മം ഈ പ്രപഞ്ച വ്യവസ്ഥയാണ്, ധർമ്മം ഈ പ്രപഞ്ച താളമാണ്. അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന താളമാണ്, വ്യവസ്ഥയാണ് ധർമ്മം. ആ ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കലാണ് ധാർമ്മിക ജീവിതം. പലപ്പോഴും ധർമ്മത്തെ മതമെന്ന് തെറ്റിദ്ധരിക്കും. ഒരു ബന്ധവും ഇല്ല ധർമ്മവും മതവും തമ്മിൽ. ഇല്ലെന്ന് മാത്രമല്ല, വിരുദ്ധമാണ്. ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കുന്നത് മതങ്ങളാണെന്ന് പറയാം. ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കുന്നത് മതങ്ങളാണെന്ന് പറയാം. എങ്ങനെ പറയാം? നോക്കൂ, ധർമ്മവ്യവസ്ഥയുടെ സ്വഭാവം വൈവിധ്യപൂർണമായ എല്ലാം ഒത്തുചേർന്ന് സഹവസിക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ഒരു പക്ഷിക്കൂട് പോലെയാണ്.
ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കുടുംബമാണ്. ഇതാണ് ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട്. ഏതുപോലെ? വനം പോലെ. എന്താ വനത്തിൻ്റെ സ്വഭാവം? പല വർഗങ്ങളിൽപ്പെട്ട വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ചെടികളും മൃഗങ്ങളും സസ്യങ്ങളും അതും ഇതും എല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം. അവിടെ ജൈവ വൈവിധ്യങ്ങൾ ഒന്നിച്ച് സഹവസിക്കുന്നു. അതുകൊണ്ടത് ശീതളമാണ്, സുഖതമാണ്, സുന്ദരമാണ്, ശ്യാമളമാണ്. എന്നാൽ തോട്ടമോ? തോട്ടം ഒന്നിനു വേണ്ടി ഒന്ന് മാത്രം. തോട്ടക്കാരൻ വനത്തെ കണ്ടാൽ മരം മുറിച്ച് മാറ്റും, എല്ലാ മരങ്ങളെയും മുറിച്ച് മാറ്റും. എന്നിട്ട് ഭൂമി നിരപ്പാക്കും. എന്നിട്ട് തുല്യ അകലത്തിൽ കുഴിയെടുക്കും. എന്നിട്ട് അതിൽ വൃക്ഷത്തൈ നടും, നനയ്ക്കും, വെള്ളം കൊടുക്കും, വളരാൻ സാഹചര്യമൊരുക്കും. വർഷങ്ങൾ കൊണ്ട് പച്ച പിടിച്ച ഭാവം അവിടെ ഉണ്ടാവും. പക്ഷെ അത് കാടല്ല, അത് തോട്ടമാണ്, പ്ലാന്റേഷനാണ്. അവിടെ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. മറ്റെല്ലാം കള, ഒന്ന് മാത്രം വിള. ഇതാ ഒരു പുസ്തകം മാത്രം, ഇതാ ഒരു ദൈവം മാത്രം, ഇതാ ഒരു ദൈവപുത്രൻ മാത്രം, അഥവാ ഒരു ദൈവപ്രവാചകൻ മാത്രം, ഇതാ ഒരു വഴി മാത്രം, ഇതാ ഒരു ലക്ഷ്യം മാത്രം. മറ്റതെല്ലാം മാറ്റപ്പെടേണ്ടതാണ്. നീ നരകത്തിലേക്കാണ് പോവുക, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ കൂടണം. നിൻ്റെത് ഉപേക്ഷിച്ച് എൻ്റെ കൂടെ കൂടണം, കാരണം ഒന്നിലേക്ക് വരണം. ഇതാണ് മതം, പ്ലാന്റേഷനാണ്. ഈ പ്ലാന്റേഷൻ നിർമ്മാതാക്കളാണ് ലോകത്തിൻ്റെ വൈവിധ്യത്തെ, സൗന്ദര്യത്തെ, വനങ്ങളെ നശിപ്പിച്ചത്. ഗ്രീസിൽ അവരത് ചെയ്തു, റോമിൽ അത് ചെയ്തു, ബാബിലോണിയയിൽ ചെയ്തു, മെസപ്പൊട്ടാമിയയിൽ ചെയ്തു, ഇന്നത്തെ ഇറാഖിലും ഇറാനിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലും എല്ലാം ചെയ്തു. അവിടെയൊക്കെ ഉണ്ടായിരുന്ന പ്രാചീന സംസ്കാരങ്ങളെ, ധർമ്മവ്യവസ്ഥയെ സമൂലം നശിപ്പിച്ചു. അവിടെയൊക്കെ ഈ മതത്തിൻ്റെ പ്ലാന്റേഷൻ ഉണ്ടാക്കി. അവിടെ ഒന്ന് വിളയും, മറ്റെല്ലാം കളയുമാണ്. ധർമ്മത്തിൻ്റെ കാഴ്ചപ്പാട് അതല്ല. നീ നിൻ്റെ വിശ്വാസങ്ങളെ പാലിച്ചുകൊള്ളൂ, നീ നിൻ്റെ ആചാരങ്ങളെ പിന്തുടർന്നുകൊള്ളൂ, ഞാൻ എൻ്റെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പിന്തുടരും. നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിനൊരു കുറവുമില്ല. ഞാൻ നിന്നെ അപമാനിക്കാൻ വരില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് നീ എന്നെയും അവമാനിക്കാൻ വരരുത്. ഞാൻ നിന്നെ അവമാനിക്കാൻ വരില്ല, ഉറപ്പാണ്, പക്ഷെ അതുപോലെ നീ എന്നെയും അവമാനിക്കാൻ വരരുത്. ഇങ്ങനെ പരസ്പരം സഹവസിക്കുന്ന സ്വാഭാവികതയാണ് ധർമ്മവ്യവസ്ഥ. അതിനെ നശിപ്പിക്കുന്ന പ്ലാന്റേഷൻ വ്യവസ്ഥയാണ് മതം, മറ്റത് ധർമ്മം. അതുകൊണ്ട് ഒരിക്കലും മതവും ധർമ്മവും ഒന്നല്ല, ഭിന്നമാണ്. തുടർന്ന് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, അത് നമുക്ക് നാളെ ഉത്തരം പറയാം. ഏതായാലും വളരെ സന്തോഷം. നാളെ രാവിലെ കൃത്യസമയം 7 മണിക്ക് തുടരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിർയജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസസ്തനൂഭിർവ്യശേമദേവഹിതം യദായുഃ സ്വസ്തി ന ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി ന പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.